സ്വർഗത്തിൻ്റെയും ഭൂമിയുടെയും നാഥനും സകലത്തിൻ്റെയും സൃഷ്ടാവുമായ നമ്മുടെ പിതാവായ ദൈവത്തിന് എല്ലാ സ്തുതിയും നമുക്ക് നൽകാം. ഓരോ നിമിഷവും ഓരോ സമയത്തും നമ്മെ പരിപാലിക്കുന്ന, നമ്മുടെ ജീവനും ശരീരവും ആത്മാവും എല്ലാം കാത്തു സംരക്ഷിക്കുന്ന, നമുക്കെല്ലാം നന്മയ്ക്കാക്കി മാറ്റുന്ന അത്യുന്നതനായ പിതാവിന് എല്ലാ സ്തുതിയും നമുക്ക് നൽകാം. നമ്മുടെ ഓരോ ചിന്തകളിലും അവിടുത്തെ മഹത്വപ്പെടുത്താം. പ്രവൃത്തികളിലും വാക്കുകളിലും ദൈവത്തിന് മഹത്വം ഉണ്ടായിരിക്കട്ടെ. അവിടുത്തെ അതിപരിശുദ്ധമായ നാമം എന്നും എന്നേക്കും വാഴ്ത്തപ്പെടട്ടെ. ആമേൻ. പ്രിയപ്പെട്ടവരെ, 2000 വർഷങ്ങൾക്ക് മുൻപ് യേശുക്രിസ്തു വളരെ സുപ്രധാനമായ ഒരു താക്കീത് നൽകിയതായി സുവിശേഷത്തിൽ നാം കാണുന്നു. മത്തായിയുടെ സുവിശേഷം 24-ാം അധ്യായം 13-14 വചനങ്ങളിൽ നമുക്ക് ഈ താക്കീത് കാണാം. കപടനാട്യക്കാരായ നിയമജ്ഞരെ, ഫരിസേയരെ, നിങ്ങൾക്ക് ദുരിതം! നിങ്ങൾ മനുഷ്യരുടെ മുൻപിൽ സ്വർഗരാജ്യം അടച്ചു കളയുന്നു. നിങ്ങളതിൽ പ്രവേശിക്കുന്നില്ല, പ്രവേശിക്കാൻ വരുന്നവരെ അനുവദിക്കുന്നുമില്ല. ഇത് വളരെ വേദനയോടെയാണ് ദൈവം പറയുന്നത്. നിങ്ങൾ മനുഷ്യരുടെ മുമ്പിൽ സ്വർഗരാജ്യം അടച്ചു കളയുന്നു, നിങ്ങളതിൽ പ്രവേശിക്കുന്നില്ല, പ്രവേശിക്കാൻ വരുന്നവരെയൊട്ട് അനുവദിക്കുന്നുമില്ല. ഇതിന്ന് വായിക്കുന്ന ക്രിസ്തീയ വിശ്വാസി ഇത് 2000 വർഷം മുമ്പത്തെ കാര്യമാണ്, അന്നുള്ള അധികാരികളെ, പുരോഹിതരെ സംബന്ധിച്ചാണ് ചിലപ്പോൾ കരുതുമായിരിക്കും. എന്നാൽ ദൈവരാജ്യത്തിൻ്റെ താക്കോൽ ആർക്കാണ് പിന്നീട് കർത്താവ് കൊടുക്കുന്നതെന്നും ആർക്കാണ് ഇത് അടയ്ക്കാൻ കഴിയുന്നതെന്നും തുറക്കാൻ കഴിയുന്നതെന്നും പിന്നീട് നാം കാണുന്നുണ്ട്. അപ്പോൾ ഇത് 2000 വർഷം മുമ്പ് ജീവിച്ചിരുന്നവരെക്കാൾ അധികമായി അതിനുശേഷമുള്ളവരെക്കുറിച്ചാണ്, അധികാരികളെക്കുറിച്ചാണ് യേശു ക്രിസ്തു താക്കീത് തരുന്നത്. ഇവിടെ നമ്മൾ 1 കൊരിന്ത്യർ 10-ാം അധ്യായം 11-ാം വചനം വായിച്ചാൽ പരിശുദ്ധാത്മാവ് പൗലോസിലൂടെ ഇങ്ങനെ എഴുതിയിരിക്കുന്നത് കാണാം: ഇവ നമുക്ക് ഒരു പാഠമാകേണ്ടതിന് അവയെല്ലാം എഴുതപ്പെട്ടിരിക്കുന്നു. അപ്പോൾ പരിശുദ്ധ ബൈബിളിൽ എഴുതപ്പെട്ടിരിക്കുന്നതെല്ലാം നമുക്ക് പാഠമാകേണ്ടതാണ്. ആരാണ് ഈ നമുക്ക്? ആർക്കാണ് പാഠമാകേണ്ടത്? തൊട്ടടുത്ത് വചനം പഠിപ്പിക്കുന്നു, യുഗങ്ങളുടെ അന്തിമഘട്ടം നമ്മിലാണല്ലോ വന്നെത്തിയിരിക്കുന്നത്. അപ്പോൾ യുഗാന്തത്തിൽ, അന്ത്യകാലത്ത് ഈ ഭൂമിയിൽ ജീവിച്ചിരിക്കുന്ന ദൈവത്തിൻ്റെ മക്കൾക്ക് പാഠമാകാൻ വേണ്ടിയിട്ടാണ്, അവർ അതിൽ നിന്ന് പാഠം പഠിക്കാൻ വേണ്ടിയിട്ടാണ് പരിശുദ്ധ ബൈബിളിൽ എല്ലാം എഴുതപ്പെട്ടിരിക്കുന്നത്. ദൈവത്തിൻ്റെ പദ്ധതി പ്രകാരം ദൈവം ഒരുക്കിയിരിക്കുന്നതെല്ലാം ആരാണോ സ്വന്തമാക്കേണ്ടത്, അവർ അന്ത്യകാലത്ത് ഈ എഴുതപ്പെട്ട വചനങ്ങളിൽ നിന്നെല്ലാം പാഠം പഠിക്കണം. അപ്പോൾ അങ്ങനെ പാഠം ദൈവമക്കൾ പഠിക്കേണ്ട ഒരു താക്കീതാണ് ഞാനിപ്പോൾ വായിച്ചത്. കപടനാട്യക്കാരായ നിയമജ്ഞരെ, ഫരിസേയരെ, നിങ്ങൾക്ക് ദുരിതം! നിങ്ങൾ മനുഷ്യരുടെ മുമ്പിൽ സ്വർഗരാജ്യം അടച്ചു കളയുന്നു. യേശുക്രിസ്തു ഈ ദുരിതം എന്ന് താക്കീത് കൊടുത്തിരിക്കുന്ന മുഴുവൻ അന്ത്യകാലത്ത് ഈ ലോകത്തിന് മേൽ പതിക്കാനിരിക്കുന്ന, സാത്താൻ്റെയും അവൻ്റെ സംവിധാനങ്ങളുടെ മേലും പതിക്കുന്ന ദൈവത്തിൻ്റെ പ്രതികാര ദിനങ്ങളെക്കുറിച്ച് പറയുന്നിടത്താണ് ഇത് മുഴുവൻ, ഈ ദുരിതം എന്ന് പറഞ്ഞിരിക്കുന്ന മുഴുവൻ. അപ്പോൾ അന്ത്യകാലത്തെ സംഭവമാണ്, അന്ത്യകാലത്ത് നടക്കുന്ന ഒരു കാര്യമാണ് യേശുക്രിസ്തു ഏറ്റവും കൂടുതൽ ഇവിടെ ഊന്നി പറയുന്നത്. നിങ്ങൾ മനുഷ്യരുടെ മുമ്പിൽ സ്വർഗരാജ്യം അടച്ചു കളയുന്നു, നിങ്ങളതിൽ പ്രവേശിക്കുന്നുമില്ല, പ്രവേശിക്കാൻ വരുന്നവരെയൊട്ട് അനുവദിക്കുന്നുമില്ല. അപ്പോൾ 2000 വർഷം മുമ്പും അതിനുശേഷവും ഇന്നോളം സംഭവിക്കുന്ന ഈ കാര്യത്തിൽ നിന്നും യേശുക്രിസ്തുവിൻ്റെ 2-ാം വരവിൽ, യുഗാന്തത്തിൽ അന്ത്യകാലത്താണല്ലോ യേശുക്രിസ്തു വീണ്ടും വരുന്നത്. അപ്പോൾ യേശുക്രിസ്തുവിൻ്റെ 2-ാം വരവിൽ അന്ത്യകാലത്ത് ഈ ഭൂമിയിൽ ജീവിച്ചിരിക്കുന്ന ദൈവമക്കൾ ഈ പാഠം നന്നായി പഠിക്കണം, ഇല്ലെങ്കിൽ അവർ വഞ്ചിതരാകും. പ്രിയപ്പെട്ടവരെ, നമ്മൾ ദൈവവചനം പരിശോധിച്ചാൽ ദൈവം അവിടുത്തെ പുത്രനെ നമുക്ക് രക്ഷകനായി മോശ വഴി വാഗ്ദാനം ചെയ്തു എന്ന് കാണാം. അതവിടുത്തെ സ്നേഹമാണ്, പിതാവായ ദൈവത്തിൻ്റെ സ്നേഹം. 1 യോഹന്നാൻ 4:10, നാം ദൈവത്തെ സ്നേഹിച്ചു എന്നതിലല്ല, അവിടുന്ന് നമ്മെ സ്നേഹിക്കുകയും നമ്മുടെ പാപങ്ങൾക്ക് പരിഹാര ബലിയായി സ്വപുത്രനെ അയക്കുകയും ചെയ്തു എന്നതിലാണ് സ്നേഹം. അപ്പോൾ പിതാവായ ദൈവം നമ്മെ സ്നേഹിക്കുന്നു അത്യധികം. പരിശുദ്ധനായ, പാപമറിയാത്ത തൻ്റെ പുത്രനെ, പ്രിയപുത്രനെ
നമ്മുടെ പാപങ്ങൾ ഏറ്റെടുത്ത് അതിന് പരിഹാരം ചെയ്യാൻ ദൈവം അയച്ചു എന്നതിൽ അവിടുത്തെ സ്നേഹം നാം അറിയുന്നു. അപ്പോൾ ഇവിടെ എന്തിനാണ് അങ്ങനെ അയക്കേണ്ടി വന്നത്? പാപപരിഹാരമാണ് ചെയ്യേണ്ടത്. പാപപരിഹാരം ചെയ്യണമെങ്കിൽ രക്തം ചിന്തി ജീവൻ സമർപ്പിക്കണം. അങ്ങനെ മാത്രമേ പാപത്തിന് പരിഹാരം ചെയ്യാൻ കഴിയുള്ളൂ. ഹെബ്രായർ 9:22 നിയമപ്രകാരം മിക്ക വസ്തുക്കളും രക്തത്താലാണ് ശുദ്ധീകരിക്കപ്പെടുന്നത്, രക്തം ചിന്താതെ പാപമോചനമില്ല. അപ്പോൾ രക്തം ചിന്താതെ പാപപരിഹാരം ചെയ്യാൻ കഴിയില്ല. എന്നാൽ ആദം പാപം ചെയ്തപ്പോൾ ആദത്തിൻ്റെയും ആദത്തിലുണ്ടായിരുന്ന സർവ്വ മനുഷ്യരുടെയും രക്തം മലിനമാക്കപ്പെട്ടു, അഥവാ അതിൽ ദൈവിക ജീവൻ നഷ്ടപ്പെട്ടു. അത് മരണം വഹിക്കുന്ന രക്തമായി മാറി. അപ്പോൾ മനുഷ്യൻ്റെ രക്തം കൊണ്ട് പാപപരിഹാരം ചെയ്യാൻ കഴിയില്ല. അതുകൊണ്ട് ദൈവം അവിടുത്തെ പുത്രനെ മനുഷ്യൻ്റെ പാപങ്ങൾ ഏറ്റെടുത്തതിന് പരിഹാരം ചെയ്യാൻ അവിടുത്തെ സ്നേഹത്തിൻ്റെ പൂർണ്ണതയിൽ അയച്ചു. അപ്പോൾ ദൈവീക വാഗ്ദാന പ്രകാരം ദൈവം തൻ്റെ പുത്രനെ അയച്ചു. അവൻ നമ്മുടെ പാപങ്ങൾ ഏറ്റെടുക്കുമെന്നും അങ്ങനെ അതിന് പരിഹാരം ചെയ്ത് നമ്മെ മോചിപ്പിക്കുമെന്നും പ്രവാചകന്മാർ വഴി ദൈവം മുൻകൂട്ടി എഴുതി വയ്ക്കുകയും ചെയ്തു. യെശയ്യാ പ്രവാചന പുസ്തകം 53-ാം അധ്യായം 5 മുതൽ 9 വരെ വായിച്ചാൽ അത് കൃത്യമായി എഴുതിയിരിക്കും നമുക്ക് കാണാം. നമ്മുടെ അതിക്രമങ്ങൾക്ക് വേണ്ടി അവൻ മുറിവേൽപ്പിക്കപ്പെട്ടു. ഇത് യഹൂദ പണ്ഡിതരും പരിസയരുമൊക്കെ പലവിധ വ്യാഖ്യാനങ്ങൾ തള്ളിക്കളയാൻ, യേശുക്രിസ്തുവിനെ തള്ളിക്കളയാൻ വേണ്ടി അന്നും ഇന്നും ഉപയോഗിക്കുന്നുണ്ട്. പക്ഷേ വചനത്തിൻ്റെ വ്യക്തമായ അർത്ഥം വളരെ സിമ്പിളായ നേരെ കാണുന്ന അർത്ഥം പരിശോധിച്ചാൽ മതി, അത് യേശുക്രിസ്തുവിൽ പൂർത്തിയായതായി കാണാം. ദൈവപുത്രൻ മനുഷ്യൻ്റെ പാപപരിഹാരാർത്ഥം ദൈവം അയക്കുന്നവനിൽ പൂർത്തിയാകുന്നതായി നമുക്ക് കാണാം. നമ്മുടെ അതിക്രമങ്ങൾക്ക് വേണ്ടി അവൻ മുറിവേൽപ്പിക്കപ്പെട്ടു, നമ്മുടെ അകൃത്യങ്ങൾക്ക് വേണ്ടി ക്ഷതമേൽപ്പിക്കപ്പെട്ടു. അവൻ്റെ മേലുള്ള ശിക്ഷ നമുക്ക് രക്ഷ നൽകി, അവൻ്റെ ക്ഷതങ്ങളാൽ നാം സൗഖ്യം പ്രാപിച്ചു. അതുകൊണ്ട് യേശുക്രിസ്തുവിൻ്റെ ശരീരം അടിച്ച് പിളർക്കപ്പെട്ടു, അവൻ്റെ ശരീരത്തിലെ ഓരോ ഇഞ്ചും അടിച്ച് ക്ഷതമേൽപ്പിക്കപ്പെട്ടു. ഇത് നാം സുവിശേഷങ്ങൾ കാണുന്നുണ്ട്. ആടുകളെപ്പോലും നാം വഴിതെറ്റിപ്പോയി, നാം ഓരോരുത്തരും സ്വന്തം വഴിക്ക് പോയി. നമ്മുടെ അകൃത്യങ്ങൾ കർത്താവ് അവൻ്റെ മേൽ ചുമത്തി. അപ്പോൾ അവൻ ചുമന്നത് നമ്മുടെ അകൃത്യങ്ങളാണ്, അത് ദൈവമാണ് അവൻ്റെ മേൽ ചുമത്തിയത്. പക്ഷേ ഇതൊന്നും അന്ന് ജീവിച്ചിരുന്നവർക്കോ അവർ എത്ര വലിയ പണ്ഡിതരായാലും അഭിഷിക്തരെന്ന് അവകാശപ്പെട്ടവർക്കും ഒന്നും മനസ്സിലായില്ല. അവൻ മർദ്ദിക്കപ്പെടുകയും പീഡിപ്പിക്കപ്പെടുകയും ചെയ്തു, എങ്കിലും അവൻ ഉരിയാടിയില്ല. കൊല്ലാൻ കൊണ്ടുപോകുന്ന കുഞ്ഞാടിനെ പോലെയും രോമം കത്രിക്കുന്നവൻ്റെ മുമ്പിൽ നിൽക്കുന്ന ചെമ്മരിയാടിനെ പോലെയും അവൻ മൗനം പാലിച്ചു. ഇതെല്ലാം പ്രവചിക്കപ്പെട്ടതിന് ശേഷം ഏകദേശം 800 വർഷങ്ങൾക്ക് ശേഷം ഇതെല്ലാം യേശുക്രിസ്തുവിൽ പൂർത്തിയാകുന്നതായി നമ്മൾ കാണുന്നുണ്ട്. മർദ്ദനത്തിനും ശിക്ഷാവിധിക്കും അധീനനായി അവൻ എടുക്കപ്പെട്ടു. എൻ്റെ ജനത്തിൻ്റെ പാപനിമിത്തമാണ് അവൻ മർദ്ദനമേറ്റ് ജീവിക്കുന്നവരുടെ ഇടയിൽ നിന്ന് വിച്ഛേദിക്കപ്പെട്ടതെന്ന് അവൻ്റെ തലമുറയിൽ ആരും കരുതി? ആരും അത് തിരിച്ചറിഞ്ഞില്ല, അവൻ്റെ കൂടെയുള്ള ശിഷ്യന്മാർ പോലും. അവനൊരു അതിക്രമവും ചെയ്തില്ല, അവൻ്റെ വായിൽ നിന്ന് വഞ്ചന പുറപ്പെട്ടുമില്ല. പക്ഷെ അവർ വിളിച്ചപ്പോഴും വഞ്ചകനാണ്. എന്നിട്ടും ദുഷ്ടരുടെയും ധനികരുടെയും ഇടയിൽ അവൻ സംസ്കരിക്കപ്പെട്ടു. അവന് ക്ഷതമേൽക്കണമെന്നത് കർത്താവിൻ്റെ ഹിതമായിരുന്നു. അപ്പോൾ ഇതെല്ലാം ദൈവഹിതപ്രകാരമാണ്. ഇതെല്ലാം ദൈവഹിതപ്രകാരം സംഭവിച്ചതാണ് നമ്മുടെ പാപ പരിഹാരത്തിന് വേണ്ടി. അപ്പോസ്തല പ്രവർത്തനങ്ങൾ 2:22-24 ഇസ്രായേൽ ജനങ്ങളെ, പരിശുദ്ധാത്മാവ് പത്രോസിനോട് പറയുകയാണ്, ഇസ്രായേൽ ജനങ്ങളെ ഈ വാക്ക് കേൾക്കുവിൻ. നിങ്ങൾക്കറിയാവുന്നതുപോലെ ദൈവം നസറായനായ യേശുവിനെ താൻ അവൻ വഴി നിങ്ങളുടെ ഇടയിൽ പ്രവർത്തിച്ച മഹത്തായ കാര്യങ്ങൾ കൊണ്ടും തൻ്റെ അത്ഭുത കൃത്യങ്ങളും അടയാളങ്ങളും കൊണ്ടും നിങ്ങൾക്ക് സാക്ഷ്യപ്പെടുത്തി തന്നു. പക്ഷേ ഈ സാക്ഷ്യമൊന്നും അന്നത്തെ അധികാരികളോ പുരോഹിതരോ പണ്ഡിതരോ തിരിച്ചറിഞ്ഞില്ല. ഇതൊക്കെ ദൈവത്തിൻ്റെ സാക്ഷ്യമാണെന്ന് പോലും അവർക്ക് ഉൾക്കൊള്ളാനും കഴിഞ്ഞില്ല. അത് സ്വീകരിക്കാൻ അവർ വിസമ്മതിച്ചു. അതിനെ അടയാളങ്ങളായി കാണാൻ അവർ മർക്കടമുഷ്ടിയോടെ തങ്ങളുടെ ഹൃദയം അടച്ചു കളഞ്ഞു. അവൻ ദൈവത്തിൻ്റെ നിശ്ചിത പദ്ധതിയും പൂർവ്വജ്ഞാനവും അനുസരിച്ച് നിങ്ങളുടെ കൈകളിൽ ഏൽപ്പിക്കപ്പെട്ടു. അത് ദൈവത്തിൻ്റെ പദ്ധതിയാണ്, അവിടുത്തെ ജ്ഞാനമാണ്. അധർമ്മികളുടെ കൈകളാൽ നിങ്ങൾ അവനെ കുരിശിൽ തറച്ചു കൊന്നു. എന്നാൽ ദൈവം അവനെ മൃത്യുപാശത്തിൽ നിന്ന് വിമുക്തനാക്കി ഉയർപ്പിച്ചു. കാരണം അവൻ മരണത്തിൻ്റെ പിടിയിൽ കഴിയുക അസാധ്യമായിരുന്നു. അപ്പോൾ ദൈവം അവനെ ഉയർപ്പിച്ചുകൊണ്ട് വീണ്ടും വലിയൊരു സാക്ഷ്യം നൽകി. അവൻ വാഗ്ദാനം ചെയ്യപ്പെട്ട ദൈവത്തിൻ്റെ പുത്രനാണ്. അവൻ പീഡയേറ്റത് നമുക്ക് വേണ്ടിയാണ്. അവൻ്റെ പീഡാസഹനത്തിലൂടെയും അവൻ്റെ ക്ഷതങ്ങളിലൂടെയും മരണത്തിലൂടെയും നമുക്ക് പാപമോചനം നേടി അവൻ തന്നു എന്ന്
ദൈവം സാക്ഷ്യപ്പെടുത്തി അവനെ ഉയർത്തിക്കൊണ്ട്. ഇവിടെ അങ്ങനെ 2000 വർഷം മുമ്പ് യേശുക്രിസ്തു നമുക്ക് നൽകിയ രക്ഷ പാപമോചനത്തിൻ്റെ രക്ഷയാണ്. അത് പന്തക്കോസ്തായ്ക്ക് ശേഷം പത്രോസ് നടത്തുന്ന ആദ്യത്തെ പ്രസംഗത്തിൽ തന്നെ നമുക്ക് കാണാം. അപ്പോസ്തല പ്രവർത്തനങ്ങൾ 2:37-38. ഇത് കേട്ടപ്പോൾ, ഈ പ്രസംഗം കേട്ടപ്പോൾ അവനെ കേട്ട 3000-ഓളം വിശ്വാസികളായ യഹൂദർ ഹൃദയം നുറുങ്ങി പത്രോസിനോടും മറ്റപ്പസ്തോലന്മാരോടും ചോദിച്ചു. പന്തക്കോസ്താ തിരുനാൾ ആഘോഷിക്കാൻ ലോകത്തിൻ്റെ എല്ലാ ഭാഗത്തു നിന്നും ജെറുസലേം ദേവാലയത്തിൽ വന്നുകൂടിയ യഹൂദരായ വിശ്വാസികളിൽ ഒരു വിഭാഗം ആളുകൾ ഇത് കേട്ട് ശിഷ്യന്മാരോട് ചോദിച്ചു, സഹോദരന്മാരെ, ഞങ്ങൾ എന്താണ് ചെയ്യേണ്ടത്? പത്രോസ് പറഞ്ഞു, നിങ്ങൾ പശ്ചാത്തപിക്കുവിൻ. ഇന്നോളമുള്ള നിങ്ങളുടെ പൂർവികരുടെയും പാപങ്ങൾ ഓർത്ത് പശ്ചാത്തപിക്കുവിൻ. പാപമോചനത്തിനായി, പാപമോചനം ലഭിക്കാൻ, പാപമോചനത്തിൻ്റെ രക്ഷ ലഭിക്കാൻ നിങ്ങളെല്ലാവരും യേശുക്രിസ്തുവിൻ്റെ നാമത്തിൽ ജ്ഞാനസ്നാനം സ്വീകരിക്കും. അപ്പോൾ പശ്ചാത്തപിച്ച് ജ്ഞാനസ്നാനം സ്വീകരിച്ചവർക്ക്, യേശുക്രിസ്തുവിൽ വിശ്വസിച്ച് അവനെ രക്ഷകനായി സ്വീകരിച്ച് അവൻ്റെ നാമത്തിൽ ജ്ഞാനസ്നാനം സ്വീകരിച്ചവർക്ക് പാപമോചനത്തിൻ്റെ രക്ഷ കിട്ടി. പരിശുദ്ധാത്മാവിൻ്റെ ദാനവും നിങ്ങൾക്ക് ലഭിക്കും. അപ്പോൾ ഇതാണ് യേശുക്രിസ്തുവിൻ്റെ ഒന്നാം വരവിൽ അവൻ നമുക്ക് നേടിത്തന്ന രക്ഷ. ഇതാണ് അപ്പോസ്തലന്മാർ മുഴുവൻ ലോകമെങ്ങും പോയി പ്രസംഗിച്ച രക്ഷയുടെ വാർത്ത. ഇതാണ് നമ്മൾ സുവിശേഷം എന്ന് വിളിക്കുകയും ഈ സുവിശേഷം കേട്ട് വിശ്വസിച്ചവരാണ് ക്രിസ്തീയ വിശ്വാസികൾ അല്ലെങ്കിൽ ക്രിസ്ത്യാനികൾ എന്ന് പിന്നീട് അറിയപ്പെട്ടു തുടങ്ങിയത്. പ്രിയപ്പെട്ടവരെ, അങ്ങനെ ഈ രക്ഷകനെ ദൈവം അയച്ചപ്പോൾ, എന്നാൽ അതിനു മുമ്പ് വഴിയൊരുക്കാൻ ദൈവം ഒരു പ്രവാചകനെ അയച്ചു. യോഹന്നാൻ 1:6-7. ദൈവം അയച്ച ഒരു മനുഷ്യനുണ്ടായിരുന്നു. അവൻ്റെ പേര് യോഹന്നാൻ എന്നാണ്. അവൻ സാക്ഷ്യത്തിനായി വന്നു, വെളിച്ചത്തിന് സാക്ഷ്യം നൽകാൻ. വെളിച്ചമായ ദൈവപുത്രന് സാക്ഷ്യം നൽകാനാണ് ദൈവം യോഹന്നാനെ അയച്ചത്. പക്ഷെ ഇതൊന്നും അന്ന് ജീവിച്ചവർക്ക് ആർക്കും മനസ്സിലായില്ല. ദൈവവചനം അരച്ച് കലക്കി കുടിച്ചു എന്ന് പറയുന്ന, ജനങ്ങളെ പഠിപ്പിക്കാൻ അധികാരമുണ്ടെന്ന് അവകാശപ്പെട്ട, ജനങ്ങളെ പ്രബോധിപ്പിച്ചിരുന്ന അന്നത്തെ പുരോഹിതവർഗത്തിനോ പരിസയർക്കോ പണ്ഡിതർക്കോ ജനത്തിൻ്റെ നേതാക്കന്മാർക്കോ ആർക്കും ഇതൊന്നും ഗ്രഹിക്കാൻ കഴിഞ്ഞില്ല. എന്തിനാ അവൻ സാക്ഷി നൽകിയത്? അവൻ വഴി എല്ലാവരും വിശ്വസിക്കാൻ. അപ്പോൾ ദൈവപുത്രന് വഴിയൊരുക്കാൻ ആരെയെങ്കിലും അയച്ചാൽ എന്താ ഉദ്ദേശം? ആ അയക്കപ്പെടുന്നവൻ നൽകുന്ന സാക്ഷ്യം കേട്ട് ദൈവപുത്രനിൽ വിശ്വസിക്കാൻ. ഇതിന് വലിയ ഗൗരവമുണ്ട്. കാരണം ഇങ്ങനെ തന്നെയാണ്, അഥവാ ഇതിനേക്കാൾ പ്രാധാന്യമുണ്ട് ഈ സത്യത്തിന് കർത്താവിൻ്റെ രണ്ടാം വരവിൽ. അപ്പോൾ ദൈവം അയക്കുന്നവൻ, വഴിയൊരുക്കാൻ അയക്കപ്പെടുന്നവൻ നൽകുന്ന സാക്ഷ്യത്തിലൂടെ നാം കേട്ടു വിശ്വസിക്കണം രക്ഷകനായ ദൈവപുത്രനിൽ. എന്നാൽ നമ്മൾ കാണുന്നു, യേശുക്രിസ്തു അന്ന് ജനത്തെ കുറ്റപ്പെടുന്നുണ്ട്, അധികാരികൾ കുറ്റപ്പെടുന്നുണ്ട്. ദൈവം അയച്ചവനെ നിങ്ങൾ വിശ്വസിക്കാത്തത് കൊണ്ട് അവിടുത്തെ വചനം നിങ്ങളിൽ വസിക്കുന്നില്ല. അവരാരും സ്നാപക യോഹന്നാനെ ദൈവം അയച്ച ദൈവപുത്രന് വഴിയൊരുക്കാൻ അയക്കപ്പെട്ടവനാണെന്ന് വിശ്വസിച്ചില്ല, സ്വീകരിച്ചില്ല, അവന് കീഴ്പ്പെട്ടുമില്ല, അവൻ്റെ വാക്കനുസരിച്ചുമില്ല. കുറേ സാധാരണക്കാർ അവൻ്റെ പ്രവാചകനാണ് എന്ന് കരുതിയിരുന്നു എന്ന് എഴുതപ്പെട്ടിരുന്നു. പ്രിയപ്പെട്ടവരെ, അപ്പോൾ യോഹന്നാൻ സാക്ഷ്യം നൽകി. യോഹന്നാൻ 1:29. അടുത്ത ദിവസം യേശു തൻ്റെ അടുക്കിലേക്ക് വരുന്നത് കണ്ട് അവൻ പറഞ്ഞു, ഇതാ ലോകത്തിൻ്റെ പാപം നീക്കുന്ന ദൈവത്തിൻ്റെ കുഞ്ഞാട്. അപ്പോൾ ഈ സാക്ഷ്യം വിശ്വസിക്കണമെങ്കിൽ യോഹന്നാനെ ദൈവമയച്ചതാണ് എന്ന് ആദ്യം തിരിച്ചറിയണം. അവിടെയാണ് അന്നത്തെ ജനത്തിന് പറ്റിയ തെറ്റും ഇത് 2000 വർഷങ്ങൾക്ക് ശേഷം കർത്താവിൻ്റെ രണ്ടാം വരവിൽ ഇന്നത്തെ ദൈവജനം ആവർത്തിക്കുന്ന ഒരു തെറ്റും. ദൈവമയച്ചവരെ തിരിച്ചറിയാൻ കഴിയാത്ത അവസ്ഥ, ദൈവമയച്ചവരെ തിരിച്ചറിയാൻ മനസ്സുവെക്കാത്ത അവസ്ഥ, ദൈവമയച്ചവരെ തിരിച്ചറിയാൻ ശ്രമിക്കാൻ കഴിയാത്ത വിധം അന്ധകാരത്തിലും അടിമത്തത്തിലുമായിരിക്കുന്ന അവസ്ഥ. ഈ ദുരന്ത അവസ്ഥ ഇന്നുണ്ടാകാതിരിക്കാൻ വേണ്ടിയാണ് 2000 വർഷം സംഭവിച്ചതിൽ നിന്നും പാഠം പഠിക്കണമെന്ന് പരിശുദ്ധാത്മാവ് നമ്മോട് കൽപ്പിക്കുന്നത്. പക്ഷേ ആ പാഠം ആരും പഠിക്കുന്നില്ല. ഇവിടെ എന്തുകൊണ്ടാണ് അവർ വിശ്വസിക്കാതിരുന്നത്? അതിന് അനേകം കാരണങ്ങൾ നമുക്ക് സുവിശേഷങ്ങളിൽ കാണാം. അതെല്ലാം അക്കം വിട്ട് നിരത്തണമെങ്കിൽ നമുക്ക് കുറേയേറെ സമയം വേണം. അതിൽ 1-2 പ്രധാനപ്പെട്ട കാര്യങ്ങൾ ഞാൻ സൂചിപ്പിച്ചോളട്ടെ. യോഹന്നാൻ 5:31-47. അവിടെ കുറേ കാരണങ്ങൾ യേശുക്രിസ്തു അക്കം വിട്ട് നിരത്തുന്നുണ്ട്. ഞാൻ എന്നെക്കുറിച്ച് തന്നെ സാക്ഷ്യപ്പെടുത്തുന്നുവെങ്കിൽ എൻ്റെ സാക്ഷ്യം സത്യമല്ല. തന്നെത്താൻ പുകഴ്ത്തി പറയുകയാണെന്ന് വരുമല്ലോ, അവനവനെ പുകഴ്ത്തി പറയുകയാണ്. അത് കർത്താവ് പറയുക, എൻ്റെ സാക്ഷി സത്യമല്ല. അത് അവൻ പറയുന്നത് സത്യമല്ലാത്തതുകൊണ്ടല്ല, പക്ഷേ യേശുക്രിസ്തു ആരാണെന്ന് അവനെ കേൾക്കുന്നവർക്ക് അറിയില്ല. അവൻ ദൈവപുത്രനാണ്,
സത്യവാനാണ്, സത്യസ്വരൂപൻ്റെ സത്തയുടെ സാക്ഷ്യമായവനാണ് എന്നറിയാവുന്നവർക്ക്, വിശ്വസിക്കുന്നവർക്ക് അവൻ സത്യമേ പറയൂ എന്നറിയാം. പക്ഷെ അവനെ കേട്ടുകൊണ്ടിരുന്ന അന്നത്തെ മനുഷ്യന് അവൻ ആരാണെന്ന് അറിയില്ല. അതുകൊണ്ടാണ് തന്നെ പുകഴ്ത്തുന്നത്, തന്നെ സാക്ഷ്യപ്പെടുത്തുന്നത് സത്യമല്ല എന്ന് കർത്താവ് പറയണം. അവൻ്റെ വാക്ക് സത്യമല്ലാത്തതുകൊണ്ടല്ല. എന്നെക്കുറിച്ച് സാക്ഷ്യം നൽകുന്ന വേറൊരാളുണ്ട്. എന്നെക്കുറിച്ചുള്ള അവൻ്റെ സാക്ഷ്യം സത്യമാണെന്ന് എനിക്കറിയാം. യോഹന്നാൻ്റെ സാക്ഷ്യം. യോഹന്നാൻ വന്ന സാക്ഷ്യം നൽകാൻ വേണ്ടിയാണ്. നമ്മൾ കണ്ടു. നിങ്ങൾ യോഹന്നാൻ്റെ അടുത്തേക്ക് ആളയച്ചു, അവൻ സത്യത്തിനു സാക്ഷ്യം നൽകുകയും ചെയ്തു. ദൈവപുത്രനെക്കുറിച്ച് അവൻ സാക്ഷ്യപ്പെടുത്തി. ദൈവപുത്രൻ യേശുക്രിസ്തു ദൈവത്തിൻ്റെ പുത്രനാണെന്ന്, വാഗ്ദാനം ചെയ്യപ്പെട്ട രക്ഷകനാണെന്ന്, നമ്മുടെ പാപങ്ങൾ ഏറ്റെടുക്കുന്ന, അതിന് പരിഹാരം ചെയ്യുന്ന കുഞ്ഞാടാണെന്നുള്ള അവൻ്റെ സാക്ഷ്യം സത്യമാണ്. സത്യത്തിന് സാക്ഷ്യം നൽകുകയും ചെയ്തു. ഞാൻ മനുഷ്യരുടെ സാക്ഷ്യം സ്വീകരിക്കുന്നു എന്ന് വിചാരിക്കേണ്ട. യേശുക്രിസ്തു സാക്ഷ്യം സ്വീകരിച്ചിട്ടില്ല. അങ്ങനെ നിങ്ങൾ രക്ഷിക്കപ്പെടേണ്ടതിനാണ് ഞാൻ ഇതെല്ലാം പറയുന്നത്. കണ്ടാ, അവനെ കേട്ടുകൊണ്ടിരിക്കുന്ന, അല്ലെ നമ്മൾ രക്ഷിക്കപ്പെടേണ്ടതിനാണ് ദൈവം അയച്ചവനെക്കുറിച്ചുള്ള സാക്ഷ്യത്തെക്കുറിച്ച് ദൈവപുത്രൻ സാക്ഷ്യപ്പെടുത്തുന്നു. കത്തിജ്വലിക്കുന്ന ഒരു വിളക്കായിരുന്നു അവൻ. അല്പസമയത്തേക്ക് അവൻ്റെ പ്രകാശത്തിൽ ആഹ്ലാദിക്കാൻ നിങ്ങൾ ഒരുക്കവുമായിരുന്നു. നീ ശ്രദ്ധിച്ച് കേൾക്കണേ. എന്നാൽ യോഹന്നാൻ്റേതിനേക്കാൾ വലിയ സാക്ഷ്യം എനിക്കുണ്ട്, യേശുക്രിസ്തുവിനുണ്ട്. പക്ഷേ ഇത് സാക്ഷ്യങ്ങൾ തിരിച്ചറിഞ്ഞില്ല. എന്തെന്നാൽ ഞാൻ പൂർത്തിയാക്കാനായി പിതാവ് എന്നെ ഏൽപ്പിച്ച ജോലികൾ, ഞാൻ ചെയ്തുകൊണ്ടിരിക്കുന്ന ജോലികൾ തന്നെ പിതാവാണ് എന്നെ അയച്ചത് എന്ന് സാക്ഷ്യപ്പെടുത്തുന്നു. പക്ഷേ ഈ സാക്ഷ്യം അന്നത്തെ അധികാരികളോ പുരോഹിത വർഗമോ പണ്ഡിതരോ ആരും തിരിച്ചറിഞ്ഞില്ല, സ്വീകരിക്കാൻ മനസ്സും കാണിച്ചില്ല, വിമുഖത കാണിച്ചു. അപ്പോൾ യേശുക്രിസ്തു ചെയ്ത പ്രവൃത്തികളെല്ലാം ദൈവത്തിൻ്റെ സാക്ഷ്യങ്ങൾ എന്ന് പറഞ്ഞാൽ ഇതെല്ലാം ദൈവപുത്രൻ വന്നു ചെയ്യുമെന്ന് മുൻകൂട്ടി പറയപ്പെട്ട പ്രവചനങ്ങൾ യേശുക്രിസ്തു പൂർത്തിയാക്കിക്കൊണ്ട് അത് ദൈവത്തിൻ്റെ സാക്ഷ്യമാണ് എന്ന് നമ്മുടെ മുമ്പിൽ വെളിപ്പെടുത്തി. എന്നെ അയച്ച പിതാവ് തന്നെ എന്നെക്കുറിച്ച് സാക്ഷ്യപ്പെടുത്തിയിരിക്കുന്നു. അത് പിതാവിൻ്റെ സാക്ഷ്യമാണ്. അവിടുത്തെ സ്വരം നിങ്ങൾ ഒരിക്കലും കേട്ടിട്ടില്ല, രൂപം കണ്ടിട്ടുമില്ല. അവിടുന്ന് അയച്ചവനെ നിങ്ങൾ വിശ്വസിക്കാത്തത് കൊണ്ട് അവിടുത്തെ വചനം നിങ്ങളിൽ വസിക്കുന്നില്ല. അപ്പോൾ അന്ന് ജീവിച്ചിരുന്നവർ, കർത്താവിൻ്റെ രണ്ടാം വരവിലായിരിക്കുന്നവരും ചെയ്തൊരു വലിയ ദുരന്തമാണ്, ഒരു വലിയ തെറ്റാണ്. ദൈവം അയച്ചവനെ വിശ്വസിക്കുന്നില്ല. അതിന് ദൈവം അയച്ചവനെ ആദ്യം തിരിച്ചറിയണം. അതിന് മാനുഷിക സ്റ്റാൻഡേർഡ് മാനദണ്ഡം വെച്ച് നോക്കിയാൽ അറിയില്ല. ദൈവം അയച്ചവനാണോ ഒരാൾ എന്ന് എങ്ങനെ തിരിച്ചറിയാമെന്ന് ആരെയും എവിടെയും പഠിപ്പിക്കുന്നില്ല. പഠിപ്പിക്കുന്നത് എന്താ? അധികാരികളുടെ സർട്ടിഫിക്കറ്റ് ഉണ്ടെങ്കിൽ, അധികാരികളുടെ സമ്മതപത്രമുണ്ടെങ്കിൽ അവർ ദൈവത്താൽ അയക്കപ്പെട്ടവരാണ് പറയുന്നത് സത്യമാണ്. ഇതാണ് ജനങ്ങളെ മുഴുവൻ പഠിപ്പിച്ച് വെച്ച് അടിമത്തത്തിലാക്കി, അജ്ഞതയുടെ ബന്ധനത്തിലാക്കി വെച്ചിരിക്കുന്നത്. നിങ്ങൾ ബൈബിൾ പരിശോധിച്ചാൽ ദൈവത്താൽ തിരഞ്ഞെടുക്കപ്പെട്ട ഒരു പ്രവാചകന്മാരെയും അവർ അയക്കപ്പെട്ട കാലത്തെ പുരോഹിതവർഗമോ അധികാരികളോ അംഗീകരിച്ചിരുന്നില്ല എന്ന് മാത്രമല്ല, പീഡിപ്പിക്കുകയും ചെയ്തു. അത് യേശുക്രിസ്തുവും പറയുന്നുണ്ട്, അപ്പസ്തോലന്മാരും പറയുന്നുണ്ട്. ഉദാഹരണത്തിന് ആദ്യത്തെ രക്തസാക്ഷിയായി നമ്മൾ ബഹുമാനിക്കുന്ന സ്തേഫാനോസ് അവൻ്റെ പ്രസംഗത്തിൽ പറയുന്നുണ്ട്, അവനെ വിചാരണ ചെയ്ത മഹാപുരോഹിതനോടും മറ്റു പുരോഹിത ശ്രേഷ്ഠന്മാരും അവരുടെ മുഖത്ത് നോക്കി പറയുന്നുണ്ട്, ഏത് പ്രവാചകനുണ്ട് നിങ്ങളുടെ പിതാക്കന്മാർ പീഡിപ്പിക്കാത്തതായി? അപ്പോസ്തലപ്രവർത്തനം 7-ാം അധ്യായം വായിച്ച കാണാം ഈ പ്രസംഗം. അവനെ വിചാരണ ചെയ്ത പുരോഹിതന്മാരുടെ പിതാക്കന്മാരും പുരോഹിതരാണ്. കാര്യം അപ്പൻ മക്കൾ ക്രമത്തിലാണ് പൗരോഹിത്യം അന്ന് കൈമാറ്റം ചെയ്യപ്പെട്ടിരുന്നത്. അപ്പോൾ എല്ലാ പുരോഹിതന്മാരും അവരവരുടെ കാലഘട്ടങ്ങളിൽ ദൈവം അയച്ച എല്ലാ പ്രവാചകന്മാരെയും പീഡിപ്പിച്ചു എന്ന് തന്നെയാണ് പരിശുദ്ധാത്മാവിൻ്റെ സാക്ഷ്യം. അതുകൊണ്ട് അധികാരികളുടെ സമ്മതപത്രവും സർട്ടിഫിക്കറ്റും മാത്രം നോക്കിയിരിക്കുന്ന, അവരുടെ അടിമത്തത്തിലായിരിക്കുന്നവർ മനുഷ്യന് ദൈവം അയച്ചവരെ തിരിച്ചറിയാൻ കഴിയില്ല. ഈ പാഠം പഠിക്കണം കർത്താവിന് ഒന്നാം വരവിൽ നിന്ന്. പക്ഷേ ഈ പാഠമൊന്നും ആരും പഠിപ്പിക്കില്ല, പഠിക്കാനൊട്ട് മനുഷ്യന് സമയവും ഇല്ല. കാരണം ഈ പാഠം പഠിച്ചാൽ ഓരോരുത്തരെയും ജനങ്ങൾ തിരിച്ചറിയും. അതുകൊണ്ട് ആ പാഠം പഠിപ്പിക്കില്ല ആരെയും. അപ്പോൾ വീണ്ടും കർത്താവ് പറയുക, വിശുദ്ധ ലിഖിതങ്ങൾ നിങ്ങൾ പഠിക്കുന്നു, എന്നാൽ അവയിൽ നിത്യജീവനുണ്ടെന്ന് നിങ്ങൾ വിചാരിക്കുന്നു. പ്രവാചകന്മാരുടെ ലിഖിതങ്ങളാണ് വിശുദ്ധ ലിഖിതങ്ങൾ എഴുതിയിരിക്കുന്നത്. എഴുതപ്പെട്ട വചനം, അതുവരെ എഴുതപ്പെട്ട വചനം മുഴുവൻ പ്രവാചക വചനങ്ങളാണ്. അവ തന്നെയാണ് എന്നെക്കുറിച്ച് സാക്ഷി നൽകുന്നത്. അപ്പോൾ യേശുക്രിസ്തുവിനെക്കുറിച്ച് സാക്ഷ്യങ്ങൾ മുഴുവൻ മുൻപ് പ്രവാചക ലിഖിതങ്ങൾ എഴുതപ്പെട്ടിട്ടുള്ളതാണ്. പക്ഷേ ഇതൊന്നും ഈ പണ്ഡിതന്മാർ കണ്ടില്ല. കാണാൻ കഴിയാത്ത വിധം അവർ അന്ധരാക്കപ്പെട്ടിരുന്നു. എന്നിട്ടും നിങ്ങൾക്ക് ജീവൻ ഉണ്ടാകേണ്ടതിന്
എൻ്റെ അടുക്കിലേക്ക് വരാൻ നിങ്ങൾ വിസമ്മതിക്കുന്നു. കർത്താവിൻ്റെ കുറ്റപ്പെടുത്തലാണ്, ദൈവത്തിൻ്റെ കുറ്റപ്പെടുത്തൽ. മനുഷ്യരിൽ ഞാൻ മഹത്വം സ്വീകരിക്കുന്നില്ല, എനിക്ക് നിങ്ങളെ അറിയാം, നിങ്ങളിൽ ദൈവസ്നേഹമില്ല. അപ്പോൾ വിശ്വസിക്കാൻ പറ്റാത്തതിൻ്റെ വലിയൊരു കാരണമാണ്, ദൈവപുത്രനെ സ്വീകരിക്കാൻ പറ്റാത്തതിൻ്റെ വലിയൊരു കാരണമാണ് അവരിൽ ദൈവസ്നേഹമില്ല. അതിൻ്റെ ഓപ്പോസിറ്റ് ഉണ്ട്, ലോകസ്നേഹമുണ്ട്. അപ്പോൾ ലോകാത്മാവിൻ്റെ അടിമത്തത്തിലായി ലോകത്തോടും ലോകവസ്തുക്കളോടുമുള്ള സ്നേഹത്താൽ നിറഞ്ഞു നിൽക്കുന്ന ആർക്കും ദൈവപുത്രനെ വിശ്വസിക്കാനോ സ്വീകരിക്കാനോ കഴിയില്ല. അത് ഒന്നാം വരവിലായാലും രണ്ടാം വരവിലായാലും. കാരണം പരിശുദ്ധാത്മാവിൻ്റെ ഏറ്റവും വലിയ ശത്രുവാണ് ലോകാത്മാവ്. മനുഷ്യരിൽ ഞാൻ മഹത്വം സ്വീകരിക്കുന്നില്ല. യേശുക്രിസ്തു ലോകത്തിൽ അവൻ ജീവിച്ചപ്പോൾ ഒരാളുടെയും, അന്നത്തെ ഒരു മനുഷ്യൻ്റെയും മഹത്വം കിട്ടാൻ വേണ്ടി ഒന്നും പറഞ്ഞില്ല, ചെയ്തില്ല. മഹത്വം നഷ്ടപ്പെടുമോ എന്ന് പേടിച്ച്, മറ്റുള്ളവർ എന്ന് വിചാരിക്കുമെന്ന് പേടിച്ച് അവനെ അവൻ്റെ പിതാവായ ദൈവം ഏൽപ്പിച്ച ഒരു ജോലിയിൽ നിന്നും പിന്മാറിയതുമില്ല. അവന് മനുഷ്യൻ്റെ മഹത്വം വേണമായിരുന്നില്ല, അത് അന്വേഷിച്ചില്ല. ഞാൻ എൻ്റെ പിതാവിൻ്റെ നാമത്തിൽ വന്നിരിക്കുന്നു. പരസ്പര മഹത്വം സ്വീകരിക്കുകയും ഏക ദൈവത്തിൽ നിന്ന് വരുന്ന മഹത്വം അന്വേഷിക്കാതിരിക്കുകയും ചെയ്യുന്ന നിങ്ങൾക്ക് എങ്ങനെ വിശ്വസിക്കാൻ കഴിയും? അപ്പോൾ എന്തുകൊണ്ടാണ് മനുഷ്യന് ദൈവപുത്രനിൽ വിശ്വസിക്കാൻ കഴിയാത്തത്? അവൻ ഒന്നാം വരവിലായാലും രണ്ടാം വരവിലായാലും ഇതാണ് വലിയൊരു കാരണം. അവർ ദൈവത്തിൽ നിന്ന് വരുന്ന മഹത്വം അന്വേഷിക്കുന്നില്ല, മനുഷ്യൻ്റെ മഹത്വം മതി. ഇന്ന് നമ്മൾ പരിശോധിച്ചാൽ ഈ ഒരു ദുരന്തം കാണാം. ഇന്ന് മനുഷ്യർക്ക് ലോകത്തിൽ മഹത്വം കിട്ടിയാൽ മതി, മറ്റുള്ളവരുടെ മുമ്പിൽ നല്ല പേര് വേണം, എല്ലാവരും നല്ലത് പറയണം, എല്ലാവരും മാന്യനെന്ന് വിളിക്കണം, എല്ലാവരും ശ്രേഷ്ഠനായി കാണണം, എല്ലാവരും ആദരിക്കണം, എല്ലാവരും നമ്മുടെ വാക്കിന് വില കൊടുക്കണം. ഈ ലോകത്തിൽ മനുഷ്യൻ്റെ പ്രശംസയും മഹത്വവും വേണം, ദൈവത്തിൽ നിന്നുള്ള മഹത്വം വേണ്ട. ദൈവം ഒരുക്കിയിരിക്കുന്ന മഹത്വം എന്തെന്ന് അറിയാൻ പോലും ആഗ്രഹവുമില്ല, അതിലുത്സാഹവുമില്ല. അങ്ങനെയുള്ള ആർക്കും വിശ്വസിക്കാൻ കഴിയും. കാരണം വിശ്വസിച്ചാൽ ഈ ലോകത്തിലെ മഹത്വം പോവും. അത് ഒന്നാം വരവിലായാലും കർത്താവിൻ്റെ രണ്ടാം വരവിലായാലും. 2000 വർഷങ്ങൾക്ക് മുമ്പ് യേശു ക്രിസ്തുവിൽ വിശ്വസിച്ച എല്ലാവരും അന്നത്തെ സമൂഹത്തിൽ നിന്ദിക്കപ്പെട്ടു, പീഡിപ്പിക്കപ്പെട്ടു, അവർ ഏറ്റവും അധികം തിരസ്കരിക്കപ്പെട്ടു. അത് സുവിശേഷങ്ങളിലും കാണാം, അപ്പോസ്തല പ്രവർത്തനങ്ങളിലും കാണാം. ഇത് തന്നെയാണ് കർത്താവിൻ്റെ രണ്ടാം വരവിലും. അങ്ങനെ മനുഷ്യരുടെ മുമ്പിൽ മഹത്വം നഷ്ടപ്പെടാതിരിക്കാൻ വേണ്ടി കർത്താവിൽ വിശ്വസിക്കാൻ വിസമ്മതിക്കുന്നവർ. പിതാവിൻ്റെ സന്നിധിയിൽ ഞാനായിരിക്കും നിങ്ങളെ കുറ്റപ്പെടുന്നത് നിങ്ങൾ വിചാരിക്കേണ്ട. നിങ്ങൾ പ്രത്യാശ അർപ്പിച്ചിരിക്കുന്ന മോശയായിരിക്കും നിങ്ങളെ കുറ്റപ്പെടുത്തുക. അപ്പോൾ പ്രവാചകന്മാരെ അല്ലെങ്കിൽ അപ്പസ്തോലന്മാരെ പിടിച്ച് ഞങ്ങൾ അപ്പസ്തോലന്മാരിലും പ്രവാചകന്മാരിലും വിശ്വസിക്കുന്നവരാണ് എന്ന് പറഞ്ഞിരിക്കുന്നവരെ കുറിച്ചാണ് കർത്താവ് പറയുന്നത്, നിങ്ങൾ പ്രത്യാശ അർപ്പിക്കുന്ന, നിങ്ങൾ ഉയർത്തിക്കാണിക്കുന്ന പ്രവാചകന്മാരും അപ്പസ്തോലന്മാരും തന്നെ. നിങ്ങളോട് ആരാണോ വചനം പറഞ്ഞത് അവർ തന്നെ നിങ്ങളെ അന്ത്യദിനത്തിൽ കുറ്റപ്പെടുത്തും. എന്താ കാരണം? നിങ്ങൾ മോശയെ വിശ്വസിച്ചിരുന്നു എങ്കിൽ എന്നെയും വിശ്വസിക്കുമായിരുന്നു. കാരണം എന്നെക്കുറിച്ച് അവൻ എഴുതിയിരിക്കുന്നു. എന്നാൽ അവൻ എഴുതിയവൻ നിങ്ങൾ വിശ്വസിക്കുന്നില്ലെങ്കിൽ പിന്നെ എൻ്റെ വാക്കുകൾ എങ്ങനെ വിശ്വസിക്കും? ഇത് കേൾക്കുമ്പോൾ വളരെ വലിയ വിരോധാഭാസത്തോട് തോന്നാം, ശരിയല്ലേ? അന്നത്തെ പുരോഹിതരും അധികാരികളൊക്കെ എന്താ അവകാശപ്പെട്ട് ഞങ്ങൾ മോശയുടെ ശിഷ്യന്മാരാണ്, ഞങ്ങൾ മോശയിൽ വിശ്വസിക്കുന്നവരാണ് എന്ന് അവരവകാശപ്പെട്ടു. പക്ഷെ ദൈവപുത്രൻ അവരെക്കുറിച്ച് പറയുക, നിങ്ങൾ മോശയിൽ വിശ്വസിക്കുന്നില്ല, നിങ്ങൾ പ്രവാചകന്മാരിൽ വിശ്വസിക്കുന്നില്ല. കാരണം വിശ്വസിച്ചിരുന്നുവെങ്കിൽ പ്രവാചകന്മാരും മോശയും എന്നെക്കുറിച്ച് എഴുതിയത് വിശ്വസിച്ച് നിങ്ങൾ എന്നെ വിശ്വസിക്കുമായിരുന്നു. ഇത് തന്നെയാണ് കർത്താവിൻ്റെ രണ്ടാം വരവിലും. ഇത് തന്നെയാണ് കർത്താവിൻ്റെ രണ്ടാം വരവിലും. വിശ്വസിക്കുന്നു എന്ന് അവകാശപ്പെടുന്നവരെ ദൈവം കുറ്റപ്പെടുത്തുന്നത് അവിശ്വാസികളെന്നാണ്. ഇതെല്ലാം തെളിയിക്കപ്പെടുന്ന സമയമാണ് അന്ത്യകാലം. യോഹന്നാൻ 8:45-47 ഞാൻ സത്യം പറയുന്നതുകൊണ്ട് നിങ്ങൾ എന്നെ വിശ്വസിക്കുന്നില്ല. എന്താ കാര്യം? തൊട്ട് മുകളിൽ വായിച്ചാൽ കാണാം. സത്യത്തിൽ നിന്നുള്ളവർക്ക് മാത്രമേ സത്യം കേട്ടാൽ വിശ്വസിക്കാൻ കഴിയുള്ളൂ. ഇതൊരു ദൈവിക തത്വമാണ്. ദൈവപുത്രൻ അടിവരയിട്ട് പറയുന്ന കാര്യമാണ്. നിങ്ങളിൽ ആർക്കെന്നിൽ പാപം തെളിയിക്കാൻ കഴിയും? ഞാൻ സത്യമാണ് പറയുന്നതെങ്കിൽ എന്തുകൊണ്ട് നിങ്ങൾ എന്നെ വിശ്വസിക്കുന്നില്ല? അതിന് ഉത്തരം അതിന് അടുത്ത് പറയുക യേശു ക്രിസ്തു, ദൈവത്തിൽ നിന്നുള്ളവൻ ദൈവത്തിൻ്റെ വാക്ക് ശ്രവിക്കുന്നു. നിങ്ങൾ ദൈവത്തിൽ നിന്നുള്ളവരല്ല, അതുകൊണ്ട് നിങ്ങൾ അവ ശ്രവിക്കുന്നുമില്ല. അപ്പോൾ ദൈവത്തിൽ നിന്നുള്ളവർക്ക് മാത്രമേ ദൈവത്തിൻ്റെ സത്യവചനം സ്വീകരിക്കാൻ കഴിയുള്ളൂ. ഇത് യേശു ക്രിസ്തു അസന്നിഗ്ധമായി പഠിപ്പിക്കുന്ന കാര്യമാണ്. അപ്പോൾ അതുകൊണ്ട് യേശു ക്രിസ്തുവിൻ്റെ ഒന്നാം വരവിൽ പ്രഘോഷിക്കപ്പെടുന്ന ദൈവരാജ്യത്തിൻ്റെ സുവിശേഷമായാലും
യേശുക്രിസ്തുവിൻ്റെ രണ്ടാം വരവിൽ പ്രഘോഷിക്കപ്പെടുമെന്ന് എഴുതപ്പെട്ടിരിക്കുന്ന ദൈവരാജ്യത്തിൻ്റെ, നാം ശരീരത്തോടുകൂടി സ്വന്തമാക്കുന്ന ഒരു ദൈവരാജ്യത്തിൻ്റെ സദ്വാർത്തയാണെങ്കിലും വിശ്വസിക്കണമെങ്കിൽ ഈ കണ്ടീഷൻ പൂർത്തിയായിരിക്കണം. അപ്പോൾ ഇതെല്ലാം വിശ്വസിക്കാൻ കഴിയാത്തതിൻ്റെ കാരണങ്ങളാണ് യേശുക്രിസ്തു അക്കം വിട്ട് നിരത്തുന്നത്. യോഹന്നാൻ 8:18-19 എന്നെക്കുറിച്ച് ഞാൻ തന്നെ സാക്ഷി നൽകുന്നു, എന്നെ അയച്ച പിതാവും എന്നെക്കുറിച്ച് സാക്ഷി നൽകുന്നു. അപ്പോൾ അവർ, അന്നത്തെ പണ്ഡിതർ, ചോദിച്ചു, നിൻ്റെ പിതാവ് എവിടെയാണ്? എന്തൊരു ചോദ്യമാണല്ലേ. അവർ യേശുക്രിസ്തു പറയുന്നു, നിങ്ങളുടെ ദൈവമെന്ന് നിങ്ങൾ വിളിക്കുന്ന എൻ്റെ പിതാവാണ് എന്നെ മഹത്വപ്പെടുന്നത്. അപ്പോൾ നിൻ്റെ പിതാവ് എവിടെയാണെന്ന് ചോദിച്ചത് ഏത് പിതാവിനെ കുറിച്ചാണ്? അവർ ആരാധിക്കുന്നു എന്ന് അവകാശപ്പെടുന്ന ദൈവത്തെക്കുറിച്ചാണ്. അപ്പോൾ കർത്താവ് യേശുക്രിസ്തു പറയുക, നിങ്ങൾ എന്നെ ആകട്ടെ എൻ്റെ പിതാവിനെ ആകട്ടെ അറിയുന്നില്ല. ഇതെന്തൊരു വലിയ വിരോധാഭാസം. ദൈവത്തിൻ്റെ വക്താക്കളെന്ന് അവകാശപ്പെടുന്നവരെ കുറിച്ചാണ് കർത്താവ് യേശുക്രിസ്തു പറയണേ. ദൈവത്തിൻ്റെ വക്താക്കളായി ജനങ്ങളെ അടിച്ചമർത്തിയിരുന്ന, പഠിപ്പിച്ചിരുന്ന അധികാരവർഗത്തോടാണ് യേശുക്രിസ്തു പറയുന്നത്, നിങ്ങൾ എന്നെയും അറിയുന്നില്ല, എൻ്റെ പിതാവിനെ, അതായത് നിങ്ങൾ ദൈവമെന്ന് വിളിക്കുന്ന എൻ്റെ പിതാവിനെയും നിങ്ങൾ അറിയുന്നില്ല. എന്നെ അറിഞ്ഞിരുന്നെങ്കിൽ എൻ്റെ പിതാവിനെയും അറിയുമായിരുന്നു. ഇതെല്ലാം യേശുക്രിസ്തു പറഞ്ഞിരിക്കുന്നത് യുഗങ്ങളുടെ അന്തിമഘട്ടം വന്നെത്തിയിരിക്കുന്ന സമയത്ത് ഈ ഭൂമിയിൽ ജീവിച്ചിരിക്കുന്ന ദൈവമക്കൾക്ക് പാഠമാകാൻ വേണ്ടിയിട്ടാണ്. അങ്ങനെ പാഠമായി സ്വീകരിക്കേണ്ട ദൈവമക്കളോടാണ് ഇപ്പോൾ ഈ വചനങ്ങൾ പ്രഘോഷിക്കുന്നത്. മത്തായി 21:31-32 യേശു പറഞ്ഞു, സത്യമായി ഞാൻ നിങ്ങളോട് പറയുന്നു, ചുങ്കക്കാരും വേശ്യകളുമായിരിക്കും നിങ്ങൾക്ക് മുൻപേ സ്വർഗരാജ്യത്തിൽ പ്രവേശിക്കുക. എന്ന് പറഞ്ഞാൽ പാപികൾ, വൃത്തികെട്ടവർ, ഒന്നും അറിയാത്തവർ എന്ന് പറഞ്ഞ് തള്ളിക്കളഞ്ഞ് നിന്ദിക്കപ്പെടുന്ന വർഗമായിരിക്കും ദൈവരാജ്യത്തിൽ ആദ്യം പ്രവേശിക്കുക. എന്താ കാര്യം നോക്കിയേ. എന്തെന്നാൽ യോഹന്നാൻ, ദൈവപുത്രന് വഴിയൊരുക്കാൻ ദൈവം അയച്ചവൻ യോഹന്നാൻ നീതിയുടെ മാർഗത്തിലൂടെ നിങ്ങളെ സമീപിച്ചു, നിങ്ങൾ അവനിൽ വിശ്വസിച്ചില്ല. അതുകൊണ്ട് യോഹന്നാൻ സാക്ഷി നൽകിയ യേശുക്രിസ്തുവിനെ വിശ്വസിച്ചില്ല. എന്നാൽ ചുങ്കക്കാരും വേശ്യകളും അവനിൽ വിശ്വസിച്ചു. അപ്പോൾ ദൈവം വിശ്വാസത്തിന് കൊടുക്കുന്ന വില നോക്കിയേ. ഈ പുസ്തകം മുഴുവൻ പരിശോധിച്ചാൽ, പരിശുദ്ധ ബൈബിൾ മുഴുവൻ പരിശോധിച്ചാൽ ദൈവം തരുന്ന രക്ഷ വിശ്വാസത്താലാണ്, പ്രവർത്തിയാൽ അല്ല എന്ന് കാണാം. ഇത് വലിയ തർക്ക വിഷയമായി കാലങ്ങളായി നിലനിൽക്കുന്നൊരു വിഷയമാണ്. പക്ഷെ ബൈബിൾ പരിശോധിച്ചാൽ കാണാം, വിശ്വാസം വഴി കൃപയാലാണ് നാം രക്ഷിക്കപ്പെടുന്നത്. എന്നാൽ ആ വിശ്വാസത്തിൻ്റെ പ്രവൃത്തി ഉണ്ടായിരിക്കണം. പ്രവൃത്തിയില്ലാത്ത വിശ്വാസം മൃതമാണ്. അപ്പോൾ വിശ്വാസത്തിൽ നിന്ന് വരുന്ന പ്രവൃത്തികളുണ്ട്. ആ പ്രവൃത്തിയാണ് ദൈവസന്നിധിയിൽ സ്വീകാര്യം. അപ്പോൾ അങ്ങനെ പ്രവൃത്തിയാധിഷ്ഠിതമായ വിശ്വാസത്താലാണ് നാം രക്ഷിക്കപ്പെടുന്നത്, ഇനി രക്ഷപ്പെടാൻ പോകുന്നത്. പ്രിയപ്പെട്ടവരെ, അപ്പോൾ അതുകൊണ്ട് കർത്താവ് പറയുക, അവർ വിശ്വസിച്ചു, എന്നാൽ അത് നിങ്ങൾ കണ്ടിട്ടും അവനിൽ വിശ്വസിക്കത്തക്ക വിധം അനുതപിച്ചില്ല. അപ്പോൾ എന്താ വിശ്വസിക്കാൻ കഴിയുന്നതിൻ്റെ കാരണം? അനുതാപരാഹിത്യം, ഹൃദയ കാഠിന്യം. ഇത് 2000 വർഷത്തേക്കാൾ അധികമായി, അഥവാ യേശുക്രിസ്തുവിൻ്റെ ഒന്നാം വരവിനേക്കാൾ, ആ കാലഘട്ടത്തേക്കാൾ അധികമായി കർത്താവിൻ്റെ രണ്ടാം വരവിലാണ് സാർത്ഥകം. കാരണം 2 തിമോത്തിയോസ് 3-ാം അധ്യായം 1-5 വരെ വായിച്ചാൽ അന്ത്യകാലത്ത് ജീവിച്ചിരിക്കുന്ന മനുഷ്യൻ്റെ പ്രത്യേകത എഴുതി വെച്ചിട്ടുണ്ട്. അവർ ഒരിക്കലും അനുതപിക്കില്ലാത്തവരാണ്, പാപബോധം നഷ്ടപ്പെട്ടവർ, പാപത്തെ പാപമായി അംഗീകരിക്കാൻ മനസ്സില്ലാത്തവർ, പാപത്തിൽ രമിക്കുന്നവർ, പാപത്തിൽ അഭിമാനം കൊള്ളുന്നവർ. അവർക്കെങ്ങനെ അനുഭവിക്കാൻ പറ്റും? അപ്പോൾ അന്ത്യകാലത്ത് മനുഷ്യൻ്റെ വലിയ സ്വഭാവമാണ് അനുതാപരാഹിത്യം, ഹൃദയകാഠിന്യം. അപ്പോൾ ഈ ഹൃദയകാഠിന്യം മൂലം വിശ്വസിക്കാൻ കഴിയില്ല, വിശ്വാസ വരം ലഭിക്കില്ല. ഇവിടെ അങ്ങനെ പല കാരണങ്ങൾ കൊണ്ട് ദൈവജനത്തിലെ അധികാരികൾ, പുരോഹിതർ, ശ്രേഷ്ഠന്മാരൊക്കെ ദൈവപുത്രനെ തള്ളിക്കളഞ്ഞു. അതിന് പറയുന്ന ഒത്തിരി ന്യായീകരണങ്ങളുണ്ട്. തത്വശാസ്ത്രങ്ങളും പാരമ്പര്യവും പഠനമൊക്കെ എടുത്ത് നികർത്തും. പലപ്പോഴും പറയുന്നത് യേശു ക്രിസ്തുവിൽ രക്ഷകനെക്കുറിച്ചുള്ള അല്ലെങ്കിൽ മിശിഹായെക്കുറിച്ചുള്ള പ്രവചനങ്ങളൊന്നും പൂർത്തിയായിട്ടില്ല, രക്ഷകനുണ്ടായിരിക്കണമെന്ന് കരുതപ്പെടുന്ന ക്വാളിറ്റി, സ്വഭാവ ഗുണങ്ങളൊന്നും യേശു ക്രിസ്തുവിൽ കണ്ടില്ല. അതുകൊണ്ടൊക്കെ അവനെ തള്ളിക്കളഞ്ഞു. ഈ മറ്റൊരു പ്രധാന കാരണം, അന്നത്തെ അധികാരവർഗത്തിൻ്റെ പഠനങ്ങൾക്കും പ്രബോധനങ്ങൾക്കും പാരമ്പര്യത്തിനും എതിരായിട്ടാണ് യേശു ക്രിസ്തു പഠിപ്പിച്ചതും പലപ്പോഴും പ്രവർത്തിച്ചതും. ഇതെല്ലാം കൊണ്ട് അന്നത്തെ അധികാരവർഗവും പുരോഹിതരും ഒക്കെ ദൈവപുത്രനെ യേശു ക്രിസ്തുവിനെ തള്ളിക്കളഞ്ഞു. ഇത്
പരിശുദ്ധാത്മാവ് പിന്നീട് പത്രോസിലൂടെയും മറ്റ് അപ്പസ്തോലന്മാരോടും പറയുന്നുമുണ്ട്. അപ്പസ്തോലന്മാരുടെ പ്രവർത്തനങ്ങൾ 13-ാം അധ്യായം 26-27. സഹോദരരെ, അബ്രാഹത്തിൻ്റെ സന്തതികളെ, ദൈവഭയമുള്ളവരെ, നമ്മുടെ അടുത്തേക്ക് ഈ രക്ഷയുടെ വചനം അയക്കപ്പെട്ടിരിക്കുന്നു. ജെറുസലേം നിവാസികളും അവരുടെ അധികാരികളും അവനെ അറിയാതെയും, ദൈവപുത്രനെ അറിയാതെയും, തിരിച്ചറിയാൻ കഴിഞ്ഞില്ല, അറിയാതെയും എല്ലാ സാപത്തിലും വായിക്കുന്ന പ്രവാചക വചനങ്ങൾ ഗ്രഹിക്കാതെയും അവനെ ശിക്ഷയ്ക്ക് വിധിച്ചുകൊണ്ട് ആ വചനങ്ങൾ പൂർത്തിയാക്കി. എത്ര കൃത്യമായി പരിശുദ്ധാത്മാവ് പറയുന്നു. എല്ലാ സാപത്തിലും വന്ന് അവർ സിനഗോഗിൽ വായിച്ചിരുന്നതാണ് ഈ രക്ഷകനെക്കുറിച്ചും അവൻ്റെ പീഡാസഹനത്തെക്കുറിച്ചുമുള്ള പ്രവചനങ്ങളൊക്കെ. പക്ഷേ ഇതൊന്നും ഗ്രഹിക്കാൻ അവർക്ക് കഴിഞ്ഞില്ല. ഈ ദൈവപുത്രനെ തിരിച്ചറിയാനും കഴിഞ്ഞില്ല. പക്ഷേ അത് ഈ വചനങ്ങൾ പൂർത്തിയാകാൻ ആവശ്യമായിരുന്നു. അങ്ങനെ ആ വചനങ്ങൾ അവർ പൂർത്തിയാക്കി. അപ്പോൾ ഇവിടെ വലിയൊരു വിരോധാഭാസം കാണുന്നില്ലേ? യേശുക്രിസ്തുവിൻ ജീവിച്ചിരുന്ന കാലത്തെ പണ്ഡിതനും പുരോഹിതനും പരിശീലകരും എന്താ അവകാശപ്പെട്ടത്? അവർ നിയമജ്ഞരാണ്, നിയമം പഠിച്ചവരാണ്, ചെറുപ്പം മുതലേ വചനം പഠിച്ചവരാണ്, എല്ലാം ഗ്രഹിക്കുന്നവരാണ് എന്ന് അവകാശപ്പെട്ടവരെക്കുറിച്ച് പരിശുദ്ധാത്മാവ് പറയുക, അവർ വചനങ്ങൾ ഗ്രഹിച്ചിട്ടില്ല. ഇത് തന്നെയാണ് കർത്താവിൻ്റെ രണ്ടാം വരവിലും. ഈ പാഠങ്ങളെല്ലാം നമ്മൾ യുഗാന്ത്യമാവുമ്പോൾ ഈ ഭൂമിയിൽ ജീവിച്ചിരിക്കുന്ന ദൈവമക്കൾ പഠിക്കാൻ വേണ്ടിയാണ് ഇതെല്ലാം എഴുതപ്പെട്ടിരിക്കുന്നത്. പക്ഷേ ഈ പാഠങ്ങൾ തിരിച്ചറിയുന്ന പോലുമില്ല ഇന്നത്തെ ദൈവമക്കൾ, വിശ്വാസികൾ. അപ്പോൾ അവർ പ്രവാചക വചനങ്ങൾ ഗ്രഹിച്ചിട്ടില്ല. അപ്പോസ്തല പ്രവർത്തനങ്ങൾ 3:17-19. സഹോദരന്മാരെ, നിങ്ങളുടെ നേതാക്കളെ പോലെ തന്നെ നിങ്ങളും അജ്ഞത മൂലമാണ് ഇങ്ങനെ പ്രവർത്തിച്ചതെന്ന് എനിക്കറിയാം. അപ്പോൾ ഈ ജ്ഞാനികളെന്ന് അവകാശപ്പെടുന്നവരെക്കുറിച്ച് പരിശുദ്ധാത്മാവ് എന്താ പറയണമെന്ന് നോക്കി? അവർ അജ്ഞരാണ്. ഇതിൻ്റെ പൂർണ്ണത നമുക്ക് പ്രവചനങ്ങൾ പുതിയ പഴയ നിയമത്തിലും കാണാം. നിയമജ്ഞന്മാരുടെ തൂലിക എവിടെ? താർക്കികൻ എവിടെ? ഈ നിയമജ്ഞരുടെ പഠനത്തെ, പാരമ്പര്യത്തെ, പാണ്ഡിത്യത്തെ എല്ലാം, അറിവിനെയെല്ലാം ദൈവം ഭോഷത്വമാക്കി മാറ്റും എന്ന പ്രവചനം പൂർത്തിയാകുന്ന സമയമാണ് അന്ത്യകാലം. അപ്പോൾ അജ്ഞത മൂലമാണ് അവർ പ്രവർത്തിച്ചത്. അതിനെ സ്വീകരിക്കാൻ കഴിഞ്ഞതിന് വലിയ പ്രധാന കാരണമാണ്, ഒന്നും ഗ്രഹിക്കാൻ കഴിഞ്ഞതിൻ്റെ കാരണമാണ് അജ്ഞത, ജ്ഞാനമില്ലാത്ത അവസ്ഥ. എന്നാൽ തൻ്റെ അഭിഷിക്തൻ ഇവയെല്ലാം സഹിക്കണമെന്ന് പ്രവാചകന്മാർ വഴി ദൈവം മുൻകൂട്ടി അരുളി ചെയ്തത് അവിടുന്ന് ഇങ്ങനെ പൂർത്തിയാക്കി. അതിനാൽ നിങ്ങളുടെ പാപങ്ങൾ മായ്ച്ചു കളയാൻ പശ്ചാത്തപിച്ച് ദൈവത്തിലേക്ക് തിരിയുവിൻ. അപ്പോൾ ഇതെല്ലാം ഇന്നത്തെ സമൂഹത്തോടാണ് ഈ പറയുന്നത്, ഇന്നത്തെ ദൈവജനത്തോടാണ് ഈ പറയുന്നത്. മത്തായി 5:17, നിയമത്തെയോ പ്രവാചകന്മാരെയോ അസാധുവാക്കാനാണ് ഞാൻ വന്നതെന്ന് നിങ്ങൾ വിചാരിക്കരുത്. അങ്ങനെ അവർ വിചാരിച്ചു. അന്നത്തെ പുരോഹിതരും അധികാരികളും പണ്ഡിതരും ഒക്കെ വിചാരിച്ചു, ഈ നസ്രത്തിൽ നിന്ന് വന്ന മരപ്പണിക്കാരൻ യേശു ദൈവം പ്രവാചകന്മാർ വഴി നൽകിയ നിയമങ്ങൾ മുഴുവൻ അസാധുവാക്കാൻ വേണ്ടി വന്നതാണ്, അവൻ പഠിപ്പിക്കുന്ന മുഴുവൻ പ്രവചനങ്ങൾക്കെതിരാണ്, മോശയുടെ നിയമത്തിനെതിരാണ് എന്ന് അവർ കരുതി. പക്ഷേ യേശുക്രിസ്തു അത് ക്ലാരിഫൈ ചെയ്യുന്നു, വ്യക്തമാക്കി കൊടുക്കുന്നു, ഞാൻ അസാധുവാക്കാനല്ല വന്നത്. കാരണം ദൈവത്തിൻ്റെ ഒരു നിയമവും അസാധുവാക്കപ്പെടുന്നില്ല, അത് പൂർത്തിയാക്കപ്പെടുന്നു. അപ്പോൾ മുൻപ് നൽകിയ നിയമം അപൂർണമാണ്. അതിൻ്റെ കാരണം കർത്താവ് പറയുന്നുണ്ട്, അവരുടെ ഹൃദയകാഠിന്യം മൂലമാണ് അന്ന് അത് അപൂർണ രൂപത്തിൽ കൊടുത്തത്. എന്നാൽ യേശു ക്രിസ്തു, നമ്മൾ വചനം പരിശോധിച്ചാൽ കാണാം, മോശ വഴി നൽകിയ 10 കൽപ്പനകളിൽ 2 മുതൽ 10 വരെയുള്ള കൽപ്പനകളും പരിഷ്കരിച്ച് പൂർത്തീകരിക്കുന്നതായി പുതിയ നിയമത്തിൽ നമുക്ക് കാണാം. അപ്പോൾ അവൻ വന്നത് നിയമത്തെയും പ്രവാചകന്മാരെ അസാധുവാക്കാനല്ല, പൂർത്തിയാക്കാനാണ്. പക്ഷെ അത് തിരിച്ചറിയാൻ കഴിയാതെ പോയ അവൻ യേശുക്രിസ്തു വന്ന് എല്ലാ നിയമങ്ങളും മാറ്റിമറിക്കുന്നു, നിയമത്തിനെതിരെ പഠിപ്പിക്കുന്നു എന്ന് ജനങ്ങളുടെ ഇടയിൽ പറഞ്ഞ് പരത്തി ജനങ്ങളെ യേശുക്രിസ്തുവിനെതിരെ, രക്ഷകനെതിരെ തിരിച്ചു. ഇത് നമുക്ക് പാഠമാകാൻ യേശുക്രിസ്തുവിൻ്റെ രണ്ടാം വരവിൽ പ്രഘോഷിക്കപ്പെടുന്ന സദ്വാർത്തയ്ക്കെതിരെ ഇതേ ആരോപണങ്ങൾ ഉന്നയിക്കപ്പെടുമ്പോൾ ഇത് പാഠമാകാൻ എഴുതപ്പെട്ടിരിക്കുന്നു. ഇതെല്ലാം കേൾക്കാൻ ചെവിയുള്ളവൻ കേൾക്കട്ടെ. ലൂക്ക 24:44. അവൻ അവരോട് പറഞ്ഞു, മോശയുടെ നിയമത്തിലും പ്രവാചകന്മാരിലും സങ്കീർത്തനങ്ങളിലും എന്നെക്കുറിച്ച് എഴുതപ്പെട്ടിരിക്കുന്നതെല്ലാം പൂർത്തിയാകേണ്ടിയിരിക്കുന്നു എന്ന് ഞാൻ നിങ്ങളോടുകൂടി ആയിരുന്നപ്പോൾ പറഞ്ഞിട്ടുണ്ടല്ലോ. ഇവിടെ യേശുക്രിസ്തു പറഞ്ഞൊരു വചനം ശ്രദ്ധിച്ചോ? മോശയുടെ നിയമത്തിലും പ്രവാചകന്മാരിലും മറ്റ് പ്രവാചകന്മാരുടെ ഗ്രന്ഥങ്ങളിലും സങ്കീർത്തനങ്ങളിലും, ദാവീദിൻ്റെ സങ്കീർത്തനങ്ങളും എല്ലാം യേശുക്രിസ്തുവിനെ കുറിച്ച് എഴുതിയിട്ടുണ്ട്.
പക്ഷേ ഈ നിയമം മുഴുവൻ അരച്ച് കലക്കി കുടിച്ച ഈ സിംഹാസന വാണരുളിയ പണ്ഡിതന്മാർ എന്തേ ഇത് കണ്ടില്ല? ഈ വചനങ്ങൾ യേശുവിൽ പൂർത്തിയാകുന്ന എന്തേ അവർക്ക് തിരിച്ചറിയാൻ കഴിഞ്ഞില്ല? അത്രമാത്രം അന്ധതരായിരുന്നു, അന്ധരാക്കപ്പെട്ടിരുന്നു. ആത്മീയ അഹങ്കാരത്താലും അജ്ഞതയാലും അന്ധരാക്കപ്പെട്ടിരുന്നു. ഇതെല്ലാം പൂർത്തിയാകേണ്ടിയിരിക്കുന്നു. പ്രിയപ്പെട്ടവരെ, ഇതൊരു വലിയ കാര്യമാണ്. നമ്മൾ യേശുക്രിസ്തുവിനെ കുറിച്ചുള്ള പ്രവചനങ്ങൾ പഴയ നിയമത്തിലൊക്കെ കാണാം. മോശ മുതലുള്ള പ്രവചനങ്ങളിൽ രക്ഷകനെക്കുറിച്ച് അനേകം പ്രവചനങ്ങളുണ്ട്. ഇതിൽ ഒരു വശം മാത്രമാണ് അന്നത്തെ പണ്ഡിതരും ശ്രേഷ്ഠന്മാരും ഒക്കെ ശ്രദ്ധിച്ചിട്ടുള്ളൂ, അല്ലെങ്കിൽ പാരമ്പര്യമായി അവരെ പഠിപ്പിച്ചിട്ടുള്ളൂ. ഈ പാരമ്പര്യം മാത്രം കെട്ടിപ്പിടിച്ചിരുന്നതുകൊണ്ട് ഈ യാഥാർത്ഥ്യം തിരിച്ചറിയാൻ കഴിഞ്ഞില്ല. നമ്മൾ യേശുക്രിസ്തുവിൻ്റെ ജീവിതത്തിൻ്റെ ചരിത്രം പരിശോധിച്ചാൽ, സുവിശേഷങ്ങൾ പരിശോധിച്ചാൽ കാണാം, ദൈവപുത്രനെക്കുറിച്ച് രക്ഷനെക്കുറിച്ച് എഴുതപ്പെട്ട പ്രവചനങ്ങളിൽ 15% മാത്രമാണ് അവൻ്റെ ഒന്നാം വരവിൽ പൂർത്തിയായിട്ടുള്ളൂ. ഇത് പരിശോധിക്കാൻ ആർക്കും മനസ്സിലാവും. ബാക്കി 85% ഒന്നാം വരവിൽ പൂർത്തിയാകേണ്ടതല്ല, അവൻ്റെ രണ്ടാം വരവിൽ പൂർത്തിയാകേണ്ടതാണ്. കാരണം ഒന്നാം വരവിൽ വന്ന് പാപപരിഹാരം ചെയ്യാനാണ്. പാപപരിഹാരം ചെയ്യണമെങ്കിൽ രക്തം ചിന്തി ക്ഷതമേൽപ്പിക്കപ്പെട്ട് മരിക്കണം. അപ്പോൾ ബാക്കി പ്രവചനം അന്ന് പൂർത്തിയാക്കാൻ കഴിയില്ല. അപ്പോൾ യേശു രക്ഷകൻ്റെ 2 വരവുകൾ വേർതിരിച്ചു കാണാൻ ഈ പണ്ഡിതർക്ക് കഴിഞ്ഞില്ല. ഇതൊരു വലിയ രഹസ്യമാണ് തിരിച്ചറിയേണ്ടത്. ഇത് മൂലം പറ്റിയ വലിയ അബദ്ധങ്ങളും അബദ്ധധാരണകളും മൂലം രക്ഷകനെ തള്ളിക്കളയാൻ ഇടയാക്കി. ഇന്നും അവനെ സ്വീകരിക്കാൻ കഴിയുന്നില്ല. പ്രിയപ്പെട്ടവരെ, എന്നാൽ ദൈവത്തിൻ്റെ വചനം സത്യമാണ്. യോഹന്നാൻ 17:17 പരിശോധിച്ചാൽ കാണാം, യേശുസ് പറയുന്നുണ്ട്, അവിടുത്തെ വചനമാണ്, ദൈവത്തിൻ്റെ വചനമാണ് സത്യം, അത് മാറ്റമില്ലാത്തതാണ്. ദൈവത്തിൻ്റെ വചനമാണ് ഒരേ ഒരു സത്യം. അപ്പോൾ ആ സത്യത്തിന് മാറ്റമില്ല, അനന്തമായി നിലനിൽക്കുന്നതാണ്. അത് വീണ്ടും യേശുസ് പറയുന്നുണ്ട്. മത്തായിയുടെ സുവിശേഷം 24:35 ആകാശവും ഭൂമിയും കടന്നു പോവും, എന്നാൽ എൻ്റെ വചനങ്ങൾ കടന്നു പോവില്ല. അപ്പോൾ ദൈവത്തിൻ്റെ വാക്ക് സത്യമാണ്. അപ്പോൾ ദൈവപുത്രനെക്കുറിച്ച് എഴുതപ്പെട്ട വചനങ്ങൾ അവൻ്റെ ഒന്നാം വരവിൽ പൂർത്തിയായിട്ടില്ല, 85%. അപ്പോൾ ഈ പ്രവചനങ്ങൾ സത്യമാണ്, അത് പൂർത്തിയായേ പറ്റൂ, എങ്കിൽ രണ്ടാം വരവിൽ പൂർത്തിയാകണ്ടേ? അപ്പോൾ ഈ 2 വരവുകൾ വേർതിരിച്ച് കാണാൻ കഴിയാത്തത് കൊണ്ട് അന്നും ഇന്നും മനുഷ്യൻ തെറ്റിദ്ധരിക്കുന്നു. അതന്ന് മാത്രമല്ല തെറ്റിദ്ധാരണ. ഇന്നുള്ളവർ ഈ പൂർത്തിയായ 15% വചനത്തിലേക്ക് മാത്രം നോക്കിയിരിപ്പുണ്ട്. പൂർത്തിയാകാനുള്ള 85% പ്രവചനങ്ങളും തള്ളിക്കളഞ്ഞു, അല്ലെങ്കിൽ അതൊക്കെ വ്യാഖ്യാനിച്ച് നിർവീര്യമാക്കി ചരിത്രമാക്കി മാറ്റിക്കളഞ്ഞു. അതിനെ പ്രവചനങ്ങളായി കാണുന്നില്ല, അതിൻ്റെ പൂർത്തീകരണത്തിനായി കാത്തിരിക്കുന്നില്ല. അതുകൊണ്ട് അവർക്കും ദൈവപുത്രൻ്റെ രണ്ടാം വരവിൽ പ്രഘോഷിക്കപ്പെടുന്ന സദ്വാർത്ത ഇടർച്ചയായി മാറി. 2000 വർഷം മുമ്പ് അന്നത്തെ പുരോഹിതവർഗത്തിനും അധികാരികൾക്കും യേശുക്രിസ്തുവിൻ്റെ സുവിശേഷം ഇടർച്ചയായതുപോലെ കർത്താവിൻ്റെ രണ്ടാം വരവിൽ പ്രഘോഷിക്കപ്പെടുന്ന സദ്വാർത്ത ഇന്നത്തെ പണ്ഡിതർക്കും ശ്രേഷ്ഠന്മാർക്കും ഇടർച്ചയായി മാറി. കാരണം പ്രിയപ്പെട്ടവരെ, നമ്മൾ വചനം പരിശോധിച്ചാൽ കാണാം, ഈ ദൈവവചനം നമുക്ക് പൂർണ്ണമായി വെളിപ്പെട്ട് കിട്ടുന്ന സമയമുണ്ട്. ഞാൻ സൂചിപ്പിക്കാൻ ഒരു വചനം മാത്രം വായിക്കാം. ദാനിയേൽ 12:8-9. ദാനിയേൽ ദർശനങ്ങൾ മുഴുവൻ കണ്ടു. വായിച്ച കാണാം, യുഗാന്ത സംബന്ധിച്ച ദർശനങ്ങളതെല്ലാം അന്ത്യകാലത്ത് നടക്കുന്ന കാര്യങ്ങളെക്കുറിച്ചാണ് ഗബ്രിയേൽ ദാനിയേലിനെ കാണിച്ചു കൊടുത്തത്. അത് ദാനിയേൽ പറയുക, ഞാൻ കേട്ടെങ്കിലും എനിക്ക് മനസ്സിലായില്ല. അതുകൊണ്ട് ഞാൻ ചോദിച്ചു, പ്രഭോ, ഇതിൻ്റെ എല്ലാം പൊരുളെന്താണ്? വ്യാഖ്യാനം എന്നല്ല ചോദിച്ചത്, പൊരുളെന്താണ്? 2 അപ്പോൾ ഗബ്രിയേൽ പറഞ്ഞു, ദാനിയേലേ, നീ നിന്റെ വഴിക്ക് പോ. ഈ വചനം അവസാന ദിനം വരേക്കും അടച്ചു മുദ്ര വെച്ചതാണ്. അപ്പോൾ അവസാന ദിനം വരെ അടച്ച് മുദ്ര വെച്ച എന്ന് പറഞ്ഞാൽ തുറന്നു കിട്ടിയിട്ടില്ലാത്ത അനേകം ദൈവീക വചനങ്ങൾ, ദൈവരാജ്യത്തിൻ്റെ രഹസ്യങ്ങൾ പരിശുദ്ധ ബൈബിളിൽ എഴുതപ്പെട്ടിട്ടുണ്ട്. ഇത് അന്ത്യകാലത്ത് മാത്രമേ നമുക്ക് പൂർണ്ണമായി തുറന്നു കിട്ടുകയുള്ളൂ. അത് ദൈവം നേരിട്ട് വന്നിട്ടല്ല പ്രസംഗിക്കണത്. അപ്പോൾ ഈ ദൈവവചനം പൂർണ്ണമായി വെളിപ്പെടുത്തി നമുക്ക് അവസാനം കിട്ടണം, അന്ത്യകാലത്ത് കിട്ടണം. അപ്പോൾ ഇത് മുഴുവൻ വെളിപ്പെടുത്തി തരാൻ ദൈവം നമുക്ക് പ്രസംഗിക്കണമെങ്കിൽ ദൈവം ആരെങ്കിലും അയക്കണം. അപ്പോൾ അങ്ങനെ ദൗത്യം നൽകി ഒരുവൻ അയക്കപ്പെടുന്നതിനെക്കുറിച്ച് ലേഖനങ്ങളിൽ പ്രവചിക്കപ്പെട്ടിട്ടുണ്ട്. കൊളോസ്യസ് 1:25 നിങ്ങൾക്ക് വേണ്ടി ദൈവം എന്നെ ഭരമേൽപ്പിച്ച ദൗത്യം വഴി ഞാൻ സഭയിലെ ശുശ്രൂഷകനായി. ഇത് പൗലോസിനെ കുറിച്ചോ കൊളോസ്യരെ കുറിച്ചോ ഒന്നുമല്ല. ഈ ബൈബിൾ വ്യാഖ്യാതകൾ ഇതൊക്കെ വായിച്ച് വ്യാഖ്യാനിച്ച് ചരിത്രമാക്കി മാറ്റിയതുകൊണ്ട് ഇതിനൊന്നും പൊരുൾ ഗ്രഹിക്കാൻ ഈ വ്യാഖ്യാനങ്ങളുടെ അടിമകളായി തീർന്ന ജനത്തിന് കഴിയുന്നില്ല. അപ്പോൾ ഇങ്ങനൊരു ഡ്യൂട്ടി പൗലോസിന് കൊടുത്തിട്ടില്ല. അന്ന് പൗലോസിന് ചെയ്യാൻ കഴിയുകയുമില്ല. ഇത് അന്ത്യകാലത്ത് മാത്രമേ പൂർത്തിയാവുള്ളൂ. എന്താണ് ഡ്യൂട്ടി എന്ന് നോക്കിയേ?
ദൈവവചനം പൂർണ്ണമായി വെളിപ്പെടുത്തുക എന്നതായിരുന്നു ആ ദൗത്യം. അപ്പോൾ പച്ചയ്ക്ക് പറഞ്ഞാൽ ദൈവവചനം പൂർണ്ണമായി, ഈ വചനങ്ങളിലെ രഹസ്യങ്ങൾ പൂർണ്ണമായി നമുക്ക് വെളിപ്പെട്ട് കിട്ടുന്ന അന്ത്യകാലത്ത് മാത്രമാണ്. ഈ അന്ത്യകാലത്ത് വെളിപ്പെട്ട് കിട്ടണമെങ്കിൽ ഈ ഡ്യൂട്ടി കൊടുത്ത് ദൈവം ആരെയാണോ അയക്കുമെന്ന് എഴുതപ്പെട്ടിരിക്കുന്നത്, ആരാണോ അയക്കപ്പെടുന്നത് അവൻ്റെ അടുത്ത് വരണം. അല്ലാതെ ബലം പിടിച്ച് മർക്കടമുഷ്ടി പിടിച്ചിട്ട് ഞാനും പണ്ഡിതനാണ്, ഞാനും പ്രൊഫസറാണ്, ഞാനും PhD ഉള്ളതാണ്, ഞാൻ കുറേ കാലം പഠിച്ചതാണ് എന്ന് പറഞ്ഞ് മർക്കടമുഷ്ടി പിടിച്ചിരുന്നാൽ ദൈവവചനത്തിൻ്റെ പൊരുളോ ദൈവരാജ്യ രഹസ്യങ്ങളോ ഗ്രഹിക്കാൻ കഴിയില്ല. അപ്പോൾ ഇങ്ങനെ ഒരു ഡ്യൂട്ടി ദൈവം കൊടുത്തയക്കുന്നവനുണ്ട്. ഇത് ദൈവവചനം വ്യാഖ്യാനമില്ലാതെ ദൈവവചനം എഴുതിയ പോലെ വായിച്ചാൽ വളരെ സിമ്പിളായി മനസ്സിലാവും. Efesos 1:13-14 ഏതാണ് ഈ ദൈവവചനം പൂർണ്ണമായി വെളിപ്പെടുത്തുന്ന ദൈവത്തിൻ്റെ പ്രഘോഷണം? രക്ഷയുടെ സദ്വാർത്തയായ സത്യത്തിൻ്റെ വചനം, സത്യത്തിൻ്റെ പൂർണ്ണതയായ വചനം, അതാണ് രക്ഷയുടെ സദ്വാർത്ത. ഏത് രക്ഷ? യേശുക്രിസ്തു വീണ്ടും വരുമ്പോൾ തരുന്ന രക്ഷയുടെ പൂർണ്ണത. എബ്രായർ 9:28 വായിച്ചാൽ കാണാം, അവൻ പറഞ്ഞു, അവൻ വീണ്ടും വരും, പാപപരിഹാരാർത്ഥമല്ല, തന്നെ ആകാംക്ഷയോടെ കാത്തിരിക്കുന്നവരുടെ രക്ഷയ്ക്ക് വേണ്ടി. അപ്പോൾ അങ്ങനെ രക്ഷയുണ്ട്. ആ രക്ഷയുടെ സദ്വാർത്തയാണ്, അതാണ് പൂർണ്ണമായ രക്ഷ, നിത്യമായ രക്ഷ, നിത്യജീവൻ്റെ രക്ഷ. അതിൻ്റെ സദ്വാർത്തയാണ് സത്യത്തിൻ്റെ വചനം, അഥവാ ദൈവവചനം പൂർണ്ണമായി വെളിപ്പെട്ട് കിട്ടുന്നത് സദ്വാർത്തയിലൂടെയാണ്. അവനിൽ വിശ്വസിക്കുകയും ചെയ്ത നിങ്ങളും വാഗ്ദാനം ചെയ്യപ്പെട്ട പരിശുദ്ധാത്മാവിനാൽ അവനിൽ മുദ്രിതരായിരിക്കുന്നു. അവിടുത്തെ മഹത്വം പ്രകീർത്തികളുടെ അവകാശം നാം വീണ്ടെടുത്ത് സ്വന്തമാക്കുന്നതുവരെ ആ അവകാശത്തിൻ്റെ അച്ചാരമാണ് ഈ പരിശുദ്ധാത്മാവ്. അപ്പോൾ ഇത് ആരെക്കുറിച്ചാണ് പറയുന്നത്, ഏത് സമയത്തെ കാര്യമാണ് എന്നൊക്കെ ഗ്രഹിച്ചാലാണ് ഈ വചനങ്ങളുടെ രഹസ്യം മനസ്സിലാവുള്ളൂ. പ്രിയപ്പെട്ടവരെ, അപ്പോൾ ദൈവജനത്തെ ഒരു തരത്തിലും ദൈവപുത്രനടുക്ക് വരാതിരിക്കാൻ വേണ്ടി അന്നത്തെ അധികാരവർഗം പുരോഹിതരും ധാരാളം അടവും നയങ്ങൾ പ്രയോഗിച്ചു. അനേകം മാർഗങ്ങൾ അവർ ഉപയോഗിച്ചു. അതെല്ലാം അക്കം വിട്ട് സുവിശേഷം എഴുതി വെച്ചിട്ടുണ്ട്. മർക്കോസ് 6:2-6 സാബത്ത് ദിവസം സിനഗോഗിൽ അവൻ പഠിപ്പിക്കാൻ ആരംഭിച്ചു. അവൻ്റെ വാക്ക് കേട്ട പലരും ആശ്ചര്യപ്പെട്ടുകൊണ്ട് പറഞ്ഞു, ഇവൻ ഇതെല്ലാം എവിടെ നിന്ന്? ഇവന് കിട്ടി ജ്ഞാനമെന്ത്? ഈ എത്ര വലിയ കാര്യങ്ങളാണ് ഇവൻ്റെ കാര്യങ്ങൾ വഴി സംഭവിക്കണേ. ഇവൻ മറിയത്തിൻ്റെ മകനും യാക്കോബ്, യോസെ, ജോസ, യൂദ, സിമിയോൻ എന്നിവരുടെ സഹോദരനുമായ മരപ്പണിക്കാരനല്ലേ? ഇവൻ്റെ സഹോദരിമാർ നമ്മുടെ ഇടയിലില്ലേ? അങ്ങനെ പറഞ്ഞ് അവർ അവനിൽ ഇടറി. ഇതൊരു വലിയ തന്ത്രമാണ്, സാത്താൻ്റെ ഒരു വലിയ തന്ത്രം, മാനുഷികമായി നോക്കാൻ പ്രേരിപ്പിക്കുക. പ്രിയപ്പെട്ടവരെ, മാനുഷികമായി നോക്കിയാൽ ഈ പറയുന്നത് ശരിയാണ്. നസ്രത്ത് കുഗ്രാമത്തിൽ നിന്നും വന്ന ആശാരി ജോസഫിൻ്റെ മകൻ മരപ്പണിക്കാരൻ യേശു, അതാണ് മാനുഷികമായി കാണാൻ കഴിയുക. പക്ഷെ അവൻ ദൈവം തന്നെയായ ദൈവത്തിൻ്റെ പുത്രനാണ്, ദൈവം വാഗ്ദാനം ചെയ്ത രക്ഷകനാണ് എന്നെങ്ങനെ അറിയാൻ പറ്റും? അതിന് മറ്റൊരു കാഴ്ച വേണം, അതിന് മറ്റൊരു കാഴ്ചപ്പാട് വേണം, അത് ദൈവം തരണം. അപ്പോൾ ആ കാഴ്ചപ്പാട്, ദൈവീകമായ കാഴ്ചപ്പാടിലൂടെ, അത് മനുഷ്യനെ ആകാശഭൂമിയേക്കാൾ ഉയർന്നു നിൽക്കുന്ന പോലെ ദൈവത്തിൻ്റെ ചിന്തകൾ മനുഷ്യരിൽ നിന്നും ഉന്നതമാണ്, വ്യത്യസ്തമാണ്. അപ്പോൾ ആ ഉന്നതമായ ചിന്ത ലഭിച്ചാലാണ്, ഉന്നതമായ കാഴ്ചപ്പാട് ലഭിച്ചാലാണ്, ദൈവികമായ കാഴ്ചപ്പാട് ലഭിച്ചാലാണ് ദൈവപുത്രനെ ദൈവപുത്രനായി തിരിച്ചറിയാനോ, ദൈവത്താൽ അയക്കപ്പെട്ടവരായി തിരിച്ചറിയാനോ, ദൈവത്തിൻ്റെ പ്രവൃത്തികളെ ദൈവത്തിൻ്റെ പ്രവൃത്തികളായി തിരിച്ചറിയാനോ ഒക്കെ കഴിയുള്ളൂ. അപ്പോൾ മാനുഷികമായി നോക്കി അവനെ ഇടിച്ച് താഴ്ത്താൻ ശ്രമിച്ചവർ, അവനൊരു മരപ്പണിക്കാരൻ, ആ നസ്രത്തിന് വരുന്ന ആശാരി ജോസഫിൻ്റെ മകൻ, അവൻ്റെ സഹോദരന്മാരൊക്കെ നമ്മുടെ കൂടെ ഇല്ലേ? അവൻ്റെ സഹോദരിമാർ നമ്മുടെ കൂടെ ഇല്ലേ? അതിനൊന്നും കാര്യമായില്ല, വെറും മരപ്പണിക്കാരനാ, അതിനും വല്ല വിലയൊന്നും കൊടുക്കണ്ട. ഇങ്ങനെ പറഞ്ഞ് അവരുടെ മാനുഷികമായ കാഴ്ചപ്പാടിലൂടെ അവരുടെ സ്ഥാനമാനവും അധികാരവും ഉപയോഗിച്ച് അവരുടെ കീഴിലുള്ള ജനങ്ങളെ തെറ്റിദ്ധരിപ്പിക്കാൻ, ആരും അവൻ്റെ അടുത്ത് പോകാതിരിക്കാൻ വേണ്ടി ദൈവപുത്രനെ ഇടിച്ച് താഴ്ത്തി സംസാരിച്ച് അവനെ ചെറുതാക്കി. ദൈവം അയച്ചവൻ എന്താ പറഞ്ഞേ? സ്ത്രീകളും ജനിച്ചവരിൽ ഏറ്റവും വലിയവൻ ദൈവപുത്രൻ സാക്ഷ്യപ്പെടുത്തിയ യോഹന്നാൻ ഈ കാര്യത്തിൽ ഇതിന് മറുപുറമാണ്. അവൻ എന്താ പറഞ്ഞത്? അവൻ വളരുകയും ഞാൻ കുറയുകയും വേണം. അന്നത്തെ പുരോഹിതരൊക്കെ എന്താ ചെയ്തത്? ഞങ്ങൾ വളർന്നു പോയി നിൽക്കണം, അവൻ ഏറ്റവും താഴെ പോകണം, അവനെ ചവിട്ടിത്താഴ്ത്താൻ, ദൈവപുത്രനെ ചവിട്ടിത്താഴ്ത്താൻ നോക്കി.
ഇതെല്ലാം കർത്താവിൻ്റെ രണ്ടാം വരവിലും ഇങ്ങനെ തന്നെയാണ് സംഭവിക്കുന്നത്. ഇത് നമുക്ക് പാഠമാകാൻ എഴുതപ്പെട്ടിരിക്കുന്നു. രക്ഷ പ്രാപിക്കാൻ ആഗ്രഹിക്കുന്ന ദൈവമക്കളെ, ദൈവവിശ്വാസികളെ, ഈ പാഠം പഠിക്കുക. സ്വദേശത്തും ബന്ധുജനങ്ങളുടെ ഇടയിലും സ്വഭവനത്തിലും അല്ലാതെ മറ്റെങ്ങും പ്രവാചകൻ അവമതിക്കപ്പെടുന്നില്ല. ഏതാനും രോഗികളുടെ മേൽ കൈകൾ വെച്ച് സുഖപ്പെടുത്തുവാനല്ലാതെ മറ്റത്ഭുതമൊന്നും അവിടെ ചെയ്യാൻ അവന് സാധിച്ചില്ല. അവരുടെ വിശ്വാസരാഹിത്യത്തെക്കുറിച്ച് അവൻ വിസ്മയിച്ചു. എന്നാൽ ഒരു വിജാതീയനായ ഒരു ശതാധിപൻ്റെ വിശ്വാസത്തെക്കുറിച്ചും യേശുക്രിസ്തു വിസ്മയിക്കുന്നുണ്ട്. ഇസ്രായേലിൽ പോലും ഇങ്ങനെ വിശ്വാസം ഞാൻ കണ്ടിട്ടില്ല. ഇവിടെ ഇസ്രായേലിലെ ശ്രേഷ്ഠന്മാരെയും പുരോഹിതരെയും പണ്ഡിതരെയും കുറിച്ച് കർത്താവ് വിസ്മയിക്കുക, അവരുടെ വിശ്വാസരാഹിത്യത്തെക്കുറിച്ച്. ഈ രണ്ട് വശങ്ങൾ നിങ്ങളൊന്ന് ശ്രദ്ധിച്ച്, ഈ രണ്ട് മുഖങ്ങൾ നിങ്ങളൊന്ന് കണ്ട്. ലൂക്ക 5:30 പരിസേയനും നിയമജ്ഞനും പിറുപിറുപ്പോടെ അവൻ്റെ ശിഷ്യരോട് പറഞ്ഞു, നിങ്ങൾ ചുങ്കക്കാരോടും പാപികളോടും ഒത്ത് തിന്നുകയും കുടിക്കുകയും ചെയ്യുന്നത് എന്ത്? ഇത് മറ്റൊരു ആരോപണമാണ്. ദൈവപുത്രൻ വന്നു, അവൻ പാപികളുടെ സ്നേഹിതനാണ്, ചുങ്കക്കാരുടെ സ്നേഹിതനാണ്, അവൻ വ്യഭിചാരിയാണ്, വേശ്യകളുടെ സ്നേഹിതനാണ്, അവൻ എപ്പോഴും വ്യഭിചാരം ചെയ്ത് നടക്കുന്നു, അവൻ്റെ കൂടെയുള്ളവരൊക്കെ അങ്ങനെയാണ്, അവൻ പാപിയാണ്, അവൻ തട്ടിപ്പാണ്. കാരണം ചുങ്കക്കാർ മനുഷ്യനെ വഞ്ചിച്ച് കാശുണ്ടാക്കുന്നവരാണ്. അപ്പോൾ ചുങ്കക്കാരുടെ സ്നേഹിതൻ എന്ന് പറഞ്ഞാൽ അർത്ഥം തട്ടിപ്പുകാരനാണ്. അയ്യോ, നിങ്ങളുടെ പണമൊക്കെ അടിച്ചുകൊണ്ട് പോകും, നിങ്ങളുടെ സമ്പത്തെല്ലാം അടിച്ചു മാറ്റും, ആരും അവൻ്റെ അടുത്ത് പോകരുത് എന്ന് പറഞ്ഞ അനേകം ആളുകളെ തടയാൻ ശ്രമിച്ചു. നിങ്ങളുടെ ദൈവരാജ്യത്തിൽ പ്രവേശിക്കുന്നുമില്ല, പ്രവേശിക്കാൻ അതിനോട്ട് അനുവദിക്കുന്നുമില്ല. ഇത് തന്നെയാണ് കർത്താവിൻ്റെ രണ്ടാം വരവിലും ഇപ്പോൾ സംഭവിച്ചു കൊണ്ടിരിക്കുന്നത്. കേൾക്കാൻ ചെവിയുള്ളവൻ കേൾക്കട്ടെ. അപ്പോൾ ഇതെല്ലാം നമ്മൾ പാഠമായി പഠിക്കാനാണ് പരിശുദ്ധാത്മാവ് ഈ സുവിശേഷകന്മാരിലൂടെ ഇത് പരിശുദ്ധ ബൈബിളിൽ എഴുതി വച്ചിരിക്കണേ. യോഹന്നാൻ 18:29-30 യേശുക്രിസ്തുവിൻ്റെ ന്യായവിസ്താരമാണ്. അതിനാൽ പീലാത്തോസ് പുറത്ത് അവരുടെ അടുത്ത് വന്ന് ചോദിച്ചു, ഈ മനുഷ്യനെതിരെ എന്ത് ആരോപണമാണ് നിങ്ങൾ കൊണ്ടുവരുന്നത്? അവർ പറഞ്ഞു, ഇവൻ തിന്മ പ്രവർത്തിക്കുന്നവനല്ലെങ്കിൽ. അവർ ഉദ്ദേശിച്ചത് ഇവനൊരു ക്ഷുദ്രവിദ്യക്കാരൻ, ഇവന് മായജാലക്കാരൻ, ഒരു മജീഷ്യൻ, അങ്ങനെ ചപ്പടി വിദ്യ കാണിച്ച് മനുഷ്യരെ വഞ്ചിക്കുന്നവൻ എന്ന അർത്ഥത്തിലാണ് അവിടെ തിന്മ പ്രവർത്തിക്കുന്നവൻ എന്ന് പറഞ്ഞിരിക്കുന്നത്. ഇവൻ തിന്മ പ്രവർത്തിക്കുന്നവനല്ലെങ്കിൽ ഞങ്ങൾ ഇവനെ നിനക്ക് ഏൽപ്പിച്ച് തരികയില്ലായിരുന്നു. അപ്പോൾ യേശുക്രിസ്തുവിനെ കുറിച്ചുള്ള അവരുടെ ആരോപണം എന്താ? അവൻ ക്ഷുദ്രവിദ്യക്കാരൻ, മായാജാലക്കാരൻ, ചപ്പടി വിദ്യ കാണിച്ച് ചില കാര്യങ്ങളൊക്കെ ചെയ്ത് ജനങ്ങളെ വഴിതെറ്റിച്ചുകൊണ്ട് പോകുന്ന ഒരാൾ. ഇത് അവരുടെ ഒരു ആരോപണമാണ്. നീ ആരോപണമൊക്കെ ശ്രദ്ധിക്കണേ. ഇത് ആരെക്കുറിച്ച് പറയുന്നു ശ്രദ്ധിക്കണേ. ദൈവത്തിൻ്റെ വക്താക്കളെന്നും അഭിഷിക്തരെന്നും ഒക്കെ അവകാശപ്പെട്ട് ജനങ്ങളെ പഠിപ്പിച്ചിരുന്ന ആളുകളാണ് ദൈവപുത്രനെക്കുറിച്ച് ഈ ആരോപണങ്ങൾ നടത്തുന്നത്. യോഹന്നാൻ 19:7 യഹൂദർ പറഞ്ഞു, ഞങ്ങൾക്കൊരു നിയമമുണ്ട്, ആ നിയമം അനുസരിച്ച് ഇവൻ മരിക്കണം, കാരണം ഇവൻ തന്നെ ദൈവപുത്രനാക്കിയിരിക്കുന്നു. അതവർക്കൊരു ഉൾക്കൊള്ളാൻ കഴിഞ്ഞില്ല. പല പ്രാവശ്യം അവർ കല്ലെറിയാൻ വന്നു, അവൻ ദൈവദൂഷണം പറയുന്നു എന്ന് പറഞ്ഞു. മഹാപുരോഹിതൻ, അന്നത്തെ സഭയുടെ തലവൻ ചോദിച്ചു, വാഴ്ത്തപ്പെട്ടവൻ ആ ദൈവത്തിൻ്റെ നാമത്തിൽ ആണയിട്ട് ഞാൻ ചോദിക്കുന്നു, ജീവിക്കുന്ന ദൈവത്തിൻ്റെ നാമത്തിൽ ആണയിട്ട് ഞാൻ ചോദിക്കുന്നു, നീയാണോ വാഴ്ത്തപ്പെട്ടവൻ പുത്രനായ ക്രിസ്തു? യേശുക്രിസ്തു പറഞ്ഞു, നീ പറഞ്ഞു കഴിഞ്ഞു. ഉടനെ മഹാപുരോഹിതൻ വസ്ത്രം കീറിയിട്ട് പറഞ്ഞു, ദൈവദൂഷണം, ഇനി സാക്ഷികളെ കൂടെ നമുക്ക് എന്താവശ്യം? അപ്പോൾ അവനെ വധിക്കാൻ ഏൽപ്പിച്ചു കൊടുത്തു. അപ്പോൾ അവൻ ദൈവദൂഷണം പറയുന്നു, തന്നെ ദൈവപുത്രനാക്കിയിരിക്കുന്നു എന്ന് പറഞ്ഞ് അവനെ വധിക്കാൻ ശ്രമിക്കുന്ന അന്നത്തെ പണ്ഡിത ശ്രേഷ്ഠൻ. അപ്പോൾ ദൈവപുത്രനാണ് അവൻ, ദൈവപുത്രൻ എന്ന് പറയുന്നത് അവർക്ക് ഉൾക്കൊള്ളാൻ കഴിയുന്നില്ല, അത് തിരിച്ചറിയാൻ കഴിയുന്നില്ല, അവനെ മനസ്സിലാക്കാൻ കഴിയുന്നില്ല. ഈ ദുരന്തം യേശുക്രിസ്തുവിൻ്റെ രണ്ടാം വരവിലും സംഭവിച്ചുകൊണ്ടിരിക്കുന്നു. ലൂക്ക 23:2 അവർ അവൻ്റെ മേൽ കുറ്റം ചുമത്താൻ തുടങ്ങി. ഈ മനുഷ്യൻ ഞങ്ങളുടെ ജനത്തെ വഴിതെറ്റിക്കുകയും മോശയുടെ നിയമത്തിനെ പഠിപ്പിച്ച് വഴിതെറ്റിക്കുന്ന പറയും. സീസറിന് നീതി കൊടുക്കുന്നത് നിരോധിക്കുകയും യേശുക്രിസ്തു ചെയ്തിട്ടില്ല. അവനെന്താ പറഞ്ഞത്? സീസറിനുള്ള സീസറിനും ദൈവത്തിനുള്ള ദൈവത്തിനും കൊടുക്കുക എന്നേ പഠിപ്പിച്ചിട്ടുള്ളൂ. സീസറിന് നികുതി കൊടുക്കരുതെന്നും പഠിപ്പിച്ചിട്ടില്ല. റോമാക്കാർക്കെതിരെ, അവർ അധിനിവേശത്തിനെതിരെ യേശുക്രിസ്തു ഒന്നും പറഞ്ഞിട്ടില്ല, ഒന്നും പഠിപ്പിച്ചിട്ടില്ല. ഇത് അവനെതിരെ രാജ്യദ്രോഹ കുറ്റം ചുമത്തപ്പെടാൻ വേണ്ടി വ്യാജമായി ആരോപിക്കുകയാണ്. സീസർ നികുതി കൊടുക്കുന്നത് നിരോധിക്കുകയും താൻ രാജാവായ ക്രിസ്തുവാണെന്ന് അവകാശപ്പെടുകയും ചെയ്യുന്നതായി ഞങ്ങൾ കണ്ടിരിക്കുന്നു. സീസറിൻ്റെ അടിമത്തത്തിൽ നിന്ന്, റോമൻ അധിനിവേശത്തിൽ നിന്ന് മോചിപ്പിക്കപ്പെടാൻ ആഗ്രഹിച്ചവരാണ് അന്നത്തെ യഹൂദ ജനത മുഴുവൻ. ഇവിടെ ദൈവപുത്രനെ
കുറിച്ചുള്ള വചനങ്ങൾ പൂർത്തിയാകാൻ വേണ്ടി അവൻ വിജാതിയർക്ക് ഏൽപ്പിച്ചു കൊടുക്കപ്പെടണമെന്നും അവർ അവനെ വധിക്കണമെന്നുള്ള വചനം പൂർത്തിയാക്കപ്പെടാൻ വേണ്ടി ഇതെല്ലാം അവർ ചെയ്തു. ഈ ആരോപണങ്ങളെല്ലാം അവർ നടത്തുന്നു. ലൂക്ക 23:5 അവരാകട്ടെ നിർബന്ധപൂർവ്വം പറഞ്ഞു, ഇവൻ ഗലീലി മുതൽ ഇവിടം വരെ യൂദയായിലെങ്ങും പഠിപ്പിച്ചുകൊണ്ട് ജനത്തെ ഇളക്കിവിടുന്നു. ജനത്തെ യേശുക്രിസ്തു ഇളക്കി വിട്ടിട്ടില്ല. ഇടയനില്ലാത്തവരെ പോലെ അവരെ കണ്ട് അവരോട് അനുകമ്പ തോന്നി. അവനവരെ പഠിപ്പിച്ചു, ദൈവത്തെക്കുറിച്ച് പഠിപ്പിച്ചു, ദൈവസ്നേഹത്തെക്കുറിച്ച് പഠിപ്പിച്ചു, ദൈവരാജ്യത്തെക്കുറിച്ച് പഠിപ്പിച്ചു. അവർക്ക് ജീവൻ്റെ വചനം നൽകി അവരെ തീറ്റിപ്പോറ്റി. പക്ഷേ അന്നത്തെ അധികാരവർഗം പറഞ്ഞു, യേശുക്രിസ്തു ജനത്തെ ഇളക്കി വിടുന്നു. ഇതെല്ലാം അവൻ്റെ രണ്ടാം വരവിൽ പൂർത്തിയാകുന്നത് നാം കണ്ട് തിരിച്ചറിയാൻ, നമുക്ക് പാഠമാകാൻ എഴുതപ്പെട്ടിരിക്കുന്നു. യോഹന്നാൻ 9:14 യോഹന്നാൻ്റെ ശിഷ്യന്മാർ യേശുവിൻ്റെ അടുത്ത് വന്ന് ചോദിച്ചു, ഞങ്ങളും ഫരിസേയരും ഉപവസിക്കുകയും നിൻ്റെ ശിഷ്യന്മാർ ഉപവസിക്കാതിരിക്കുകയും ചെയ്യുന്നത് എന്തുകൊണ്ട്? അതൊരു കുറ്റാരോപണമായിരുന്നു. നിങ്ങളെന്താ ഉപവസിക്കാത്ത? നിങ്ങൾ ഭക്തരൊന്നുമല്ല. ഞങ്ങൾ ചെയ്യുന്ന ആചാരം നിങ്ങൾ ചെയ്യുന്നില്ല, ഞങ്ങളുടെ അനുഷ്ഠാനം നിങ്ങൾ അനുഷ്ഠിക്കുന്നില്ല. നിങ്ങൾ എന്ത് വിശ്വാസമാണിതൊക്കെ? ഞങ്ങളുടെയാണ് കറക്റ്റായ അനുഷ്ഠാനം, നിങ്ങളത് അനുഷ്ഠിക്കുന്നില്ല. ഞങ്ങളുടെയാണ് സാധ പാരമ്പര്യം, നിങ്ങൾ ആ പാരമ്പര്യം അനുസരിക്കുന്നില്ല. ഇങ്ങനെ പാരമ്പര്യത്തെ പ്രതി ദൈവവചനത്തെ നിരർത്ഥകമാക്കിയ പണ്ഡിതർ പാരമ്പര്യം മുറുകെ പിടിച്ചു. ദൈവത്തെയും ദൈവവചനത്തെയും ദൈവത്തിൻ്റെ ഇഷ്ടത്തെയും ദൈവത്തിൻ്റെ പദ്ധതിയെയും ദൈവത്തിൻ്റെ പ്രവൃത്തികളെയും ദൈവം അയക്കുന്നവരെയും തള്ളിക്കളഞ്ഞു. മനുഷ്യൻ്റെ പാരമ്പര്യവും പിടിച്ചിരിപ്പുണ്ട്. മനുഷ്യൻ്റെ പാരമ്പര്യത്തിന് വേണ്ടി ദൈവത്തെയും ദൈവവചനത്തെയും ദൈവത്തിൻ്റെ പ്രവൃത്തികളെയും ദൈവത്താൽ അയക്കപ്പെട്ടവരെ നിഷേധിച്ച് തള്ളിക്കളയുന്ന ഒരു വിഭാഗം. ഇതിൻ്റെ പൂർണ്ണതയിൽ സംഭവിക്കുന്ന സമയമാണ് കർത്താവിൻ്റെ രണ്ടാം വരവ് ഇപ്പോൾ. മത്തായി 12:22-24 അനന്തരം അന്ധനും ഊമനുമായ ഒരു പിശാച് ബാധിതനെ അവർ യേശുവിൻ്റെ അടുത്ത് കൊണ്ടുവന്നു. യേശു അവനെ സുഖപ്പെടുത്തി. അവൻ സംസാരിക്കുകയും കാണുകയും ചെയ്തു. ജനക്കൂട്ടം മുഴുവൻ അത്ഭുതപ്പെട്ട് പറഞ്ഞു, ഇവനായിരിക്കുമോ ദാവീദിൻ്റെ പുത്രൻ? ഇവനായിരിക്കുമോ വാഗ്ദാനം ചെയ്യപ്പെട്ട ക്രിസ്തു? എന്നാൽ ഫരിസേയർ ഇത് പറഞ്ഞു. അന്നത്തെ നിയമജ്ഞർ, അറിവുള്ളവർ, പണ്ഡിതർ, മോശയുടെ സിംഹാസനത്തിൽ വാണരുളിയവർ പറഞ്ഞു, ഇവൻ പിശാചുകളുടെ തലവനായ ബേൽസെബൂലിനെ കൊണ്ട് തന്നെയാണ് പിശാചുകൾ ബഹിഷ്കരിക്കുന്നത്. ഇന്ന് താഴോട്ട് വായിച്ചാൽ കാണാം, അതീവ ഗൗരവമുള്ള തിന്മയാണ് അവർ ചെയ്തത്. ദൈവപുത്രൻ്റെ ഉള്ളിലുള്ള പരിശുദ്ധാത്മാവിനെയാണ് അവർ പിശാചെന്ന് വിളിച്ചത്. അത് പരിശുദ്ധാത്മാവിനെതിരായ പാപമാണ്. ഈ യുഗത്തിലോ വരാനിരിക്കുന്ന യുഗത്തിലോ മോചനം ലഭിക്കാത്ത പാപം. ദൈവം അയക്കുന്നവരിൽ പ്രവർത്തിക്കുന്ന ദൈവത്തിൻ്റെ ആത്മാവിനെ അശുദ്ധാത്മാവാണ്, പിശാചാണെന്ന് വിളിക്കുന്ന ഈ പാപത്തിന് ഈ യുഗത്തിലോ വരാനിരിക്കുന്ന യുഗത്തിലോ മോചനമില്ല. ഈ പാപം ഇന്ന് പൂർണ്ണമായും മനുഷ്യൻ ചെയ്തുകൊണ്ടേയിരിക്കുകയാണ്. ഇത് പരിശുദ്ധാത്മാവിനെതിരായ പാപമാണെന്ന് പോലും തിരിച്ചറിയാൻ കഴിയുന്നില്ല. അപ്പോൾ അവനെ അവർ പിശാചെന്ന് വിളിച്ചു. ദൈവപുത്രനെ അന്നത്തെ അധികാരവർഗവും പുരോഹിതരും പിശാചെന്ന് വിളിച്ചു. പിശാചുക്കളുടെ തലവനെന്ന് വിളിച്ചു. യോഹന്നാൻ 12:9-11 അവൻ അവിടെ ഉണ്ടെന്ന് അറിഞ്ഞ് ഒരു വലിയ ഗണം യഹൂദർ അവിടേക്ക് വന്നു. അവർ വന്നത് യേശുവിനെ ഉദ്ദേശിച്ച് മാത്രമല്ല, അവൻ മരിച്ചവരെ ഉയർപ്പിച്ച ലാസറിനെ കാണാൻ വേണ്ടി കൂടിയാണ്. ലാസറിനെ ഉയർപ്പിച്ചതിന് ശേഷമുള്ള സംഭവമാണ്. അപ്പോൾ പുരോഹിതന്മാർ ചിന്തിക്കുക, ലാസറിനെ കൂടി കൊല്ലാൻ പുരോഹിത പ്രമുഖന്മാർ ആലോചിച്ചു. നോക്കണേ അവരുടെ ഉള്ളിലെ തിന്മയുടെയും അന്ധകാരത്തിൻ്റെ ആധിപത്യം. ലാസറിനെ കൂടി കൊല്ലാൻ പുരോഹിത പ്രമുഖന്മാർ ആലോചിച്ചു. എന്താ കാര്യം? എന്തെന്നാൽ അവൻ നിമിത്തം, ലാസർ നിമിത്തം യഹൂദരിൽ വളരെ പേർ അവരെ വിട്ട് യേശുവിൽ വിശ്വസിച്ചിരുന്നു. ഇതിൻ്റെ അസൂയയാണ്. അതുകൊണ്ട് പീലാത്തോസ് തിരിച്ചറിഞ്ഞു, യഹൂദ പുരോഹിതന്മാർ യേശുവിനെ ഏൽപ്പിച്ചു കൊടുത്തത് അവരുടെ അസൂയ നിമിത്തമാണ്. ജനങ്ങൾ ദൈവത്തെ അന്വേഷിച്ചിരുന്ന, ദൈവവചനം സ്നേഹിച്ചിരുന്ന ജനങ്ങൾ ആ യഹൂദ പുരോഹിതരെയും പരിസരെയും വിട്ട് യേശുവിൻ്റെ കൂടെ പോകുന്നു. ഇത് സഹിക്കാൻ കഴിയുന്നില്ല. അതുകൊണ്ട് അവൻ ഉയർപ്പിച്ച ലാസറിനെ പോലും കൊല്ലാൻ ആലോചിച്ചു പുരോഹിത പ്രമുഖർ. എന്ത് നീതി! ഏത് ദൈവത്തിൻ്റെ ആത്മാവാണ് ഇങ്ങനെ ചെയ്യാൻ പ്രേരിപ്പിക്കണേ? അപ്പോൾ ഇത് നാം തിരിച്ചറിയണം. ഇതിൽ നിന്ന് വലിയൊരു പാഠം പഠിക്കാനാണ് ഇത് എഴുതപ്പെട്ടിരിക്കുന്നത്. അപ്പോൾ തങ്ങളെ വിട്ട് ദൈവത്തിനടുക്കിലേക്ക് പോകുന്നത് ഈ ലോകത്തിലെ അധികാരവർഗത്തിനോ ഈ ലോകത്തിലെ പണ്ഡിതന്മാർക്കോ സഹിക്കാൻ കഴിയില്ല. ജനങ്ങളെപ്പോഴും തങ്ങളുടെ അടിമത്തത്തിലായിരിക്കണം, തങ്ങൾക്ക് പാദസേവ ചെയ്യുന്നവരായിരിക്കണം, തങ്ങൾ എന്ത് പറഞ്ഞാലും കേൾക്കുന്നവരായിരിക്കണം.
തങ്ങളുടെ തിന്മകളെ വെള്ളപൂശുന്നവരായിരിക്കണം, തങ്ങൾക്ക് കീഴിലായിരിക്കണം, തങ്ങളുടെ ആജ്ഞാനുവർത്തികളായിരിക്കണം, അടിച്ചമർത്തപ്പെട്ടവരായിരിക്കണം. എന്നാൽ ദൈവപുത്രൻ വന്ന് അവരെ മോചിപ്പിക്കാനാണ്. അപ്പോൾ തൻ്റെ അടുക്കിലേക്ക് വരുന്നവർക്ക് സ്വാതന്ത്ര്യമാണ് കർത്താവ് കൊടുക്കുന്നത്. അങ്ങനെ ദൈവത്തിൻ്റെ അടുക്കിലേക്ക് പോകുന്നതിന് എന്തൊക്കെ കാര്യങ്ങളാണോ പ്രേരകമായിരിക്കുന്നത് ജനങ്ങൾക്ക്, അതെല്ലാം തടയിടാൻ നോക്കി അധികാരവർഗം. ഇതിൻ്റെ പൂർണ്ണതയിൽ സംഭവിക്കുന്ന സമയമാണ് കർത്താവിൻ്റെ രണ്ടാം വരവ്. ഇതെല്ലാം നമുക്ക് പാഠമാകാൻ എഴുതപ്പെട്ടിരിക്കുന്നു. പ്രിയപ്പെട്ടവരെ, അതുകൊണ്ട് കർത്താവിൻ്റെ വചനം പൂർത്തിയായി. മത്തായി 23:13-14 കപടനാട്യക്കാരായ നിയമജ്ഞരെ ഫരിസേയരെ, നിങ്ങൾക്ക് ദുരിതം! നിങ്ങൾ മനുഷ്യരുടെ മുമ്പിൽ സ്വർഗരാജ്യം അടച്ചു കളയുന്നു. നിങ്ങളതിൽ പ്രവേശിക്കുന്നില്ല, പ്രവേശിക്കാൻ വരുന്നവരെ ഒട്ട് അനുവദിക്കുന്നുമില്ല. ഇതാ, നിത്യമായ ശരീരത്തോടുകൂടി അമർത്യരും അനശ്വരരുമായി നാം സ്വന്തമാക്കേണ്ട ഒരു ദൈവരാജ്യത്തെക്കുറിച്ച് സദ്വാർത്തയിലൂടെ പ്രഘോഷിക്കപ്പെടുന്നു. എന്നാൽ ഒരു വലിയൊരു ഗണം ആ ദൈവരാജ്യം സ്വന്തമാക്കുന്നില്ല. സ്വന്തമാക്കാൻ ആഗ്രഹിക്കുന്നവരെ അതിൻ്റെ വചനങ്ങൾ കേൾക്കാൻ പോലും സമ്മതിക്കാത്ത വിധം തടയുന്നു. അങ്ങനെ വചനങ്ങൾ അവരിൽ നിന്ന് പൂർത്തിയായിരിക്കുന്നു. പ്രിയപ്പെട്ടവരെ, ചിന്തിച്ചു നോക്കിയേ, ഇന്ന് നമുക്കുള്ള വാർത്താമാധ്യമങ്ങളൊക്കെ 2000 വർഷം മുമ്പ് അന്നത്തെ യൂദയ നാട്ടിൽ ജെറൂസലേമിലൊക്കെ ഉണ്ടായിരുന്നുവെങ്കിൽ, അത് ലോകത്തുണ്ടായിരുന്നുവെങ്കിൽ, അന്നത്തെ പുരോഹിതവർക്കും അധികാരം എന്തൊക്കെ ചെയ്യുമായിരുന്നു. ഇന്നത്തെ സാമൂഹ്യ മാധ്യമങ്ങൾ, ഇന്ന് മനുഷ്യ ഏറ്റവും ഉപയോഗിക്കുന്ന വാട്സാപ്പ്, യൂട്യൂബ് തുടങ്ങി ഫേസ്ബുക്ക്, ഇൻസ്റ്റഗ്രാം തുടങ്ങിയ ഈ സാമൂഹ്യ മാധ്യമങ്ങളൊക്കെ അന്നുണ്ടായിരുന്നുവെങ്കിൽ നമ്മളിപ്പോൾ കേട്ട ഈ ദൈവപുത്രനെക്കുറിച്ചുള്ള ആരോപണങ്ങൾ പ്രചരിപ്പിക്കാൻ അവർ ഇതെല്ലാം എത്രമാത്രം ഉപയോഗിക്കുമായിരുന്നു. അപ്പോൾ ഈ മാർഗങ്ങളെല്ലാം കർത്താവിൻ്റെ രണ്ടാം വരവിൽ അവനെതിരെ, അവനിൽ വിശ്വസിക്കുന്നവർക്കെതിരെ ഉപയോഗിക്കപ്പെടില്ലേ? ഈ പാഠം തിരിച്ചറിയാൻ കഴിയുന്നില്ലെങ്കിൽ ദൈവമക്കൾ വഞ്ചിക്കപ്പെടും. പ്രിയപ്പെട്ടവരെ, എന്നാൽ ഒന്നാം വരവിൽ അന്ന് വഞ്ചിതരായവർക്ക് ഒരു സെക്കൻഡ് ചാൻസ് ഉണ്ട്. അവരുടെ മക്കൾ ദൈവപുത്രൻ്റെ രണ്ടാം വരവിൽ വിശ്വസിക്കുകയും തങ്ങളുടെ പൂർവികർക്ക് വേണ്ടി പ്രാർത്ഥിക്കുകയും പ്രായശ്ചിത്തം ചെയ്യുകയും ചെയ്താൽ ഈ രക്ഷ ആ പൂർവികരിലേക്കും ചെല്ലാനുള്ള സാധ്യത പരിശുദ്ധ ബൈബിളിൽ നമുക്ക് കാണാം. മലാക്കിയുടെ പുസ്തകം 4-ാം അധ്യായം 5-6 വചനങ്ങൾ. കർത്താവിൻ്റെ മഹത്വം ഭീതിജനകവുമായ ദിവസം വരുന്നതിന് മുൻപ്, കർത്താവിൻ്റെ ദിനം വരുന്നതിന് മുമ്പ് പ്രവാചകനായ ഏലിയായെ ഞാൻ നിങ്ങളടുത്തേക്ക് അയക്കും. ഞാൻ വന്നു ദേശത്തെ ശാപം കൊണ്ട് നശിപ്പിക്കാതിരിക്കേണ്ടതിന് അവൻ പിതാക്കന്മാരുടെ ഹൃദയം മക്കളിലേക്കും മക്കളുടെ ഹൃദയം പിതാക്കന്മാരിലേക്കും തിരിക്കും. അപ്പോൾ അങ്ങനെ തിരിക്കപ്പെടുന്നതിലൂടെ ഈ രക്ഷയും പാപമോചനവും അന്ത്യകാലത്ത് ഈ പൂർവികരിലേക്കും കടന്നു ചെല്ലാൻ കാരുണ്യവാനായ ദൈവം ഇടയാക്കും. എന്നാൽ അന്ത്യകാലത്ത് കർത്താവിൻ്റെ രണ്ടാം വരവിൽ ജീവിച്ചിരിക്കുന്ന തലമുറകൾക്ക് ഇങ്ങനെ ഒരു ചാൻസ് ഇല്ല. കാരണം അവൻ വീണ്ടും വരുന്നത് രക്ഷ നൽകാനാണ്, ശിക്ഷയും നൽകാനാണ്. ദൈവത്തിൻ്റെ മക്കൾക്ക് പ്രതിഫലം നൽകാനാണ്, ഓരോരുത്തർക്കും അവരവരുടെ പ്രവൃത്തികൾക്കനുസരിച്ച് പ്രതിഫലം നൽകാനാണ്, ദൈവത്തിൻ്റെ പ്രതികാരം നടപ്പിലാക്കാനുമാണ്. സാത്താൻ്റെ അവൻ്റെ സകല സംവിധാനങ്ങളെയും നശിപ്പിച്ച് സൃഷ്ടിക്കപ്പെട്ടവ മുഴുവൻ നീക്കം ചെയ്യാനാണ് ദൈവപുത്രൻ വീണ്ടും വരുന്നത്. പ്രിയപ്പെട്ടവരെ, ഈ വരവിൻ്റെ വാർത്തയാണ് സദ്വാർത്ത. 2005 മുതൽ ഈ സദ്വാർത്ത പ്രഘോഷിക്കപ്പെടുന്നു. 2000 വർഷം മുമ്പ് ഈ ഭൂമിയിൽ വന്ന് ദൈവരാജ്യം പ്രസംഗിച്ച് കുരിശിൽ മരിച്ച് 3-ാം നാൾ പുനരുത്ഥാനം ചെയ്ത് സ്വർഗാരോഹണം ചെയ്ത ദൈവപുത്രൻ യേശു ക്രിസ്തു വീണ്ടും ശരീരം ധരിച്ച് അവനെക്കുറിച്ചുള്ള ഈ 85% വചനങ്ങൾ പൂർത്തിയാക്കാൻ, പ്രവചനങ്ങൾ പൂർത്തിയാക്കാൻ, രക്ഷാകര പ്രവൃത്തി പൂർത്തിയാക്കാൻ ഇമ്മാനുവേൽ നാമത്തിൽ ഈ ഭൂമിയിൽ വീണ്ടും വന്നു കഴിഞ്ഞു എന്ന സദ്വാർത്ത ദൂതൻ യെശയ്യാ പ്രവാചകൻ നമ്മെ അറിയിച്ചു. അതുകൊണ്ട് ദൈവരാജ്യത്തിൻ്റെ വചനങ്ങൾ പ്രഘോഷിക്കപ്പെടുന്നു. ഇപ്പോൾ ഈ ദൈവരാജ്യ വചനം കേൾക്കാനും ദൈവത്തിൻ്റെ അടുക്കിലേക്ക് ജീവൻ പ്രാപിക്കാൻ വരാനും ആരാണ് തടസ്സം, എന്താണ് തടസ്സമെന്ന് ദൈവമക്കൾ തിരിച്ചറിയണം. തങ്ങൾ വഞ്ചിക്കപ്പെടുന്നുണ്ടോ? 2000 വർഷം മുമ്പ് സംഭവിച്ച അതേ വഞ്ചന ഇപ്പോഴും ആവർത്തിക്കപ്പെടുന്നുണ്ടോ എന്ന് ദൈവമക്കൾ തിരിച്ചറിയട്ടെ. അത് തിരിച്ചറിയാനുള്ള വിവേകവും ജ്ഞാനവും വിവേചന ശക്തിയും ഓരോ ദൈവമക്കൾക്കും ദൈവം നൽകട്ടെ എന്നും
അങ്ങനെ ഈ സാത്താൻ്റെ വഞ്ചനയെ തകർത്ത് ദൈവപുത്രൻ്റെ സ്വരം ശ്രവിക്കാനും അങ്ങനെ ജീവൻ പ്രാപിക്കാനും ഓരോ ദൈവമക്കളെയും ദൈവപിതാവ് കരുണയോടെ ശക്തിപ്പെടുത്തട്ടെ, സഹായിക്കട്ടെ എന്നും പ്രാർത്ഥിക്കുന്നു. അവിടുത്തെ അതിപരിശുദ്ധമായ നാമം എല്ലായിടത്തും എപ്പോഴും മഹത്വപ്പെടുകയും സ്തുതിക്കപ്പെടുകയും ചെയ്യട്ടെ. ആമേൻ.